മഹത്വത്തിൻ്റെ പ്രതിയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ. ആമേൻ. ആ വാക്യം കണ്ടോ? കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 27-ാമത്തെ വാക്യമാണ് ഇന്നത്തെ ആരാധനയുടെ നടുവിൽ ശുശ്രൂഷയ്ക്ക് വേണ്ടി നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് എൻ്റെ പക്കൽ നൽകപ്പെട്ടിരിക്കുന്ന വാക്യം. ആ വാക്യം ഇങ്ങനെയാണ്. ആമേൻ. അതിൻ്റെ ബി പാർട്ടാണ് നമ്മൾ ചിന്തിപ്പാനായിട്ട് ക്രിസ്തുവിൽ ആഗ്രഹിക്കുന്നത്. വളരെ പ്രാർത്ഥനയോടെ ആ വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ആ മർമ്മം ദൈവത്തിൻ്റെ മഹത്വ പ്രത്യാശയായ ക്രിസ്തു നിങ്ങൾ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ. ആ വാക്യം നിങ്ങൾ കണ്ടോ? അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യയിലുള്ള സഭയ്ക്ക് ഈ മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മളിൽ ഇരിക്കുന്നു. ഒരാമേൻ പറഞ്ഞേ, ഒരാലേലിയ പറഞ്ഞേ. മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു എവിടെ ഇരിക്കുന്നു? ഒന്ന് പറ. എന്നോട് പറഞ്ഞോ നിങ്ങൾ, കണക്കുള്ളവരൊക്കെ ഒന്ന് പറഞ്ഞേ. മഹത്വത്തിൻ്റെ ഓക്കെ, ഒരുമിച്ച് പറഞ്ഞേ. മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു. ക്രിസ്തു നമ്മളിൽ ഇരിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യയിലുള്ള വിശ്വാസികൾക്ക് ലേഖനം എഴുതുമ്പോൾ യേശുക്രിസ്തുവിലുള്ള വളർച്ചയും ക്രിസ്തുവിൻ്റെ അനുകാരികളായി നമ്മൾ തീരുക എന്നതിനെക്കുറിച്ചും വളരെ ശ്രേഷ്ഠകരമായ നിലയിൽ വരച്ച് കാണിക്കപ്പെട്ട ഒരു പുസ്തകമാണ് കൊലോസ്യ ലേഖനം. കൊലോസ്യ പട്ടണത്തിൽ യേശുവിൻ്റെ സഭ നിലനിൽക്കുമ്പോൾ പൗലോസിനാൽ ആ സഭയ്ക്ക് ഒരു ദൈവിക വെളിപ്പാട് കൈമാറുമ്പോൾ ഈ സഭയോട് പരിശുദ്ധാത്മാവിൽ ഈ പൗലോസ് ഒരു മർമ്മം പറയുകയാണ്. അപ്പോസ്തല പ്രവൃത്തിയിലും പൗലോസ് മർമ്മം പറയുന്നുണ്ട്, പക്ഷെ കൊലോസ്യ ലേഖനത്തിലും പൗലോസ് ഒരു മർമ്മം പറയുകയാണ്. ഈ മർമ്മമാണ് നാം ഇന്ന് പകൽ ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. വാക്യം വായിച്ച് ആ ഭാഗത്തേക്ക് കയറുമ്പോൾ നമുക്കിതിന് ശേഷം വൈപ്പിംഗ് കൂടെ ഉള്ളത് കൊണ്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് നൽകി പ്രാർത്ഥിക്കാൻ താല്പര്യപ്പെടുകയാണ്. ഈ മർമ്മം വലുതാണ്. പുതിയ നിയമസഭയ്ക്ക് കൊടുത്ത ഏറ്റവും വലിയ മർമ്മമാണ് ക്രിസ്തു നമ്മളിൽ വാഴുക എന്നുള്ളത്. പുതിയ സഭയുടെ ഏറ്റവും വലിയ മർമ്മമാണ് ക്രിസ്തു നമ്മളിൽ എന്ത് ചെയ്യുക? ഈ ഒന്ന് പറഞ്ഞേ. ക്രിസ്തു നമ്മളിൽ എന്ത് ചെയ്യുക? വാഴുക. ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം സൃഷ്ടിക്കപ്പെട്ട ജനത്തോട് പരിശുദ്ധാത്മാവ് പറയാം, അല്ലെങ്കിൽ യഹോവയായ ദൈവം പറയുന്നൊരു കാര്യമുണ്ട്. നിങ്ങൾ ഇതിനെയെല്ലാം എന്ത് ചെയ്യണം? വാഴണം. വായിച്ചിട്ടില്ലേ? നിങ്ങൾ ഇതിനെയെല്ലാം വാഴണം, വാഴുക. എന്നാൽ കൊലോസ്യ ലേഖനത്തിൽ പറയുകയാണ്, ഈ പ്രപഞ്ചത്തെ വാഴണമെന്നല്ല അവിടെ എഴുതിയിരിക്കുന്നത്. കൊലോസ്യ ലേഖനത്തിൽ പറയുന്നത് നമ്മളിൽ ക്രിസ്തു വാഴുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഈ ഭൂമിയെ വാഴുക എന്ന് യഹോവയായ ദൈവം പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുമ്പോൾ, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഈ കണ്ണി കണ്ടതായ ശക്തികളെയോ പാമ്പിനെയോ പിശാചിനെയോ ഒക്കെ ഭൂമിയൊക്കെ വാഴുന്ന വിഷയത്തെക്കുറിച്ചല്ല ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇവിടെ എഴുതിയിരിക്കുന്ന വാഴുക എന്ന് പറയുന്നത് നമ്മുടെ അകത്ത് ക്രിസ്തു വാഴുക എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ മർമ്മം അതിൻ്റെ 26-ാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. എന്താണ് ആ മർമ്മത്തിൻ്റെ പ്രാധാന്യത? വായിച്ച്. അത് വായിച്ചോ. പൂർവകാലങ്ങൾക്കും, നിങ്ങൾ എൻ്റെ കൂടെ വരണേ, അത് പൂർവകാലങ്ങൾക്കും തലമുറകൾക്കും. അപ്പൊ 2 കാറ്റഗറി ഉണ്ട്. ഒന്ന് പൂർവകാലം, മറ്റൊന്ന് എന്താണ്? തലമുറ. ഒന്ന് പറഞ്ഞേ. പൂർവകാലം, മറ്റൊന്ന് തലമുറ. പൂർവകാലങ്ങൾക്കും തലമുറകൾക്കും. അടുത്തത് നോക്കിക്കേ. ഈ മർമ്മം എന്ത് ചെയ്യപ്പെട്ടിരിക്കുക? മറഞ്ഞു കിടക്കുകയാ. ഏത് മർമ്മം? നമ്മുടെ അകത്ത് ക്രിസ്തു ഉണ്ട് എന്നുള്ള മർമ്മം എന്ത് ചെയ്യുന്നു? മറഞ്ഞു കിടക്കുന്നു. അതുകൊണ്ടാ ലേഖനത്തിൽ വായിക്കുന്ന, ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസികളുടെ കണ്ണ് കുരുടാക്കി എന്ന് പറഞ്ഞാൽ, കാണേണ്ട മർമ്മത്തെ, കാണേണ്ടതിനെ കാണേണ്ടതുപോലെ കണ്ട് അതിൽ നിന്നുള്ള അനുഗ്രഹം പ്രാപിക്കരുത് എന്ന് വെച്ച് നമ്മളെ എന്ത് ചെയ്തിരിക്കുക? ചിലതിനെ മറച്ചു വെച്ചിരിക്കുകയാ. ഒരാലെലിയ പറഞ്ഞേ. എന്നാൽ ഈ മറച്ചു വെച്ചിരിക്കുന്ന മർമ്മം പൂർവകാലത്തും തലമുറയായും മറച്ചു വെച്ചാലും ഇത് സത്യം സത്യം ആയതുകൊണ്ട് എത്ര മറച്ചിട്ടാലും അത് പൊട്ടിക്കിളിക്കുന്ന മണ്ണിളകി പുറത്തു വരുന്നത് പോലെ സഭയ്ക്കകത്ത് പുറത്തു വന്ന് അതിനകത്തൊരു ജീവൻ പകരുകയും
ആ ജീവനോടെ പ്രകൃതിയിൽ പാപികളായി പോയ നമ്മുടെ ഉള്ളിലേക്ക് ക്രിസ്തുവിൻ്റെ ആത്മാവ് വസിക്കുമ്പോൾ ഇന്നു പകൽ നാം ക്രിസ്തുവിൽ സകലത്തിൻ്റെ മേലും വാഴുവാൻ ജയം പ്രാപിച്ചവരാണെന്ന്, ക്രിസ്തുവിൽ സകലത്തിൻ്റെ മേലും ജയാളികളാണെന്ന്, ക്രിസ്തുവിൽ സകല വിഷയത്തിൻ്റെ മേലും ജയം പ്രാപിച്ചവരാണെന്ന്. നാം ഇനി ഒരു സാധാരണക്കാരല്ല, നാം ഇനി ഒരു വെറും കേവലം ഒരു മനുഷ്യരല്ല. നമ്മുടെ പുറംപോടിക്കകത്ത് ഒരാത്മാവുണ്ടെന്നും അത് ക്രിസ്തുവിൻ്റെ ആത്മാവിൻ്റെ ശക്തിയാണെന്നും തിരിച്ചറിയുന്ന ദൈവജനം മൗനമായിരിക്കാതെ കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ഹല്ലേലൂയ. എനിക്ക് ആ വാക്യത്തിനകത്ത് ഒരു ദൂത് കർത്താവ് തന്നിട്ടുണ്ട്. ആ ദൂതിലേക്ക് എനിക്ക് കയറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഇരുന്ന പോരാ. കാരണം എനിക്ക് ഇന്ന് നിങ്ങളുടെ പ്രാർത്ഥന ഒത്തിരി ആവശ്യമുള്ള പകലാണ്. ഈ ദൂത് എനിക്ക് നിങ്ങളിലേക്ക് തരണമെങ്കിൽ എനിക്കൊരു ബലം ആവശ്യമാണ്. അതുകൊണ്ട് പ്രാർത്ഥനയോടെ നിങ്ങൾ വന്നാൽ ആ വചനത്തിൽ നിന്നുള്ളൊരു ആലോചന പറഞ്ഞ് അടുത്ത ശുശ്രൂഷയിലേക്ക് നമുക്ക് കയറാം. ഇവിടെ വായിക്കുക, തലമുറകൾക്ക് വെളിപ്പെടാത്ത മർമ്മം, പൂർവകാലത്ത് ഒതുക്കപ്പെട്ട മർമ്മം ക്രിസ്തുവിൻ്റെ വെളിപ്പാടിനാൽ തിരുസഭയ്ക്ക് പുതിയ നിയമസഭയായ എനിക്കും നിനക്കും ലഭിച്ചത്. അത് പൗലോസ് പറയുക, അതൊരു സാധാരണ കാര്യമല്ല. പുതിയ നിയമസഭയുടെ ഏറ്റവും വലിയ മർമ്മമാണ് ഏത്? എൻ്റെ ഉള്ളിൽ യേശു ഉണ്ടെന്നുള്ള കാര്യം. ആമേൻ. ഒരാമേൻ പറഞ്ഞേ. ആമേൻ. ഇന്ന് പകൽ എത്ര പേർക്ക് പറയാൻ കഴിയും എൻ്റെ ഉള്ളിൽ ആരുണ്ട്? ഓ, യേശു ഉണ്ട്. ഒരാമേൻ പറഞ്ഞേ. എൻ്റെ ഉള്ളിൽ ആരുണ്ട്? ഓ, നിങ്ങൾ പ്രതികരിക്കുന്നില്ല. എൻ്റെ ഉള്ളിൽ ആരുണ്ടച്ചാ? യേശുവുണ്ട്. ഇത് പൂർവകാലത്ത് വെളിപ്പെടാതെ പോയത്, ആ കാലത്ത് ജീവിക്കാതെ ഈ തലമുറയിൽ നാം ജീവിച്ചത്, അത് ഏറ്റവും വലിയ ഭാഗ്യമാ. പൂർവകാലത്ത് മറഞ്ഞു കിടന്നത്, അമ്മേ, തലമുറകൾ മറഞ്ഞു കിടന്നത് ഈ തലമുറയിൽ നമ്മെ ആക്കി വെച്ച് ഈ മർമ്മത്തിന്റെ കീഴിൽ, ഈ വെളിപ്പാടിന്റെ കീഴിൽ, ഓ, കരമടിച്ച് സ്തോത്രം ചെയ്യുക. ഓ, പുതിയ ബലം ധരിക്കുന്ന, ആത്മസാന്നിധ്യം അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവർ ഇന്ന് മകൾ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ പൊന്നച്ച, മോശയുടെ കാലത്ത് നമ്മൾ ജീവിച്ചിരുന്നെങ്കിൽ ഈ മർമ്മം നമുക്ക് പിടികിട്ടത്തില്ല. അബ്രഹാമിന്റെ കാലത്ത് നമ്മൾ ജീവിച്ചിരുന്നെങ്കിൽ ഈ മർമ്മം നമുക്ക് പിടികിട്ടത്തില്ല. പക്ഷെ ഈ കൃപായുഗത്തിൽ നമ്മെ ജനിപ്പിക്കാൻ കാണിച്ച ദൈവത്തിന്റെ കരുണ, ഹല്ലേലൂയ. തലമുറകൾ പിന്നിട്ടിട്ടും ഇത് മറയ്ക്കപ്പെട്ട ഒരു കാലമുണ്ട്. പക്ഷെ ആ കാലത്തിനകത്ത് ഞാനും നീയുമാകാതെ ക്രിസ്തു നമ്മുടെ ഉള്ളിലുണ്ടെന്ന വെളിപ്പാടിന്റെ തലമുറയിൽ ദൈവം നമ്മെ പുറത്തു കൊണ്ടുവന്നത്. അങ്ങനെങ്കിൽ ഇന്ന് പകൽ പറയണ, സകലത്തിന്റെ മേലും എനിക്ക് വാഴ, സകലത്തിന്റെ മേലും ജയം പ്രാപിക്ക. എന്റെ ജോലിയുടെ മേൽ, എന്റെ എമിഗ്രേഷന്റെ മേൽ, എന്റെ PR-ന്റെ മേൽ, എന്റെ ആറിന്റെ മേൽ, എന്റെ വിദ്യാഭ്യാസത്തിന്റെ മേൽ, എന്റെ പഠനത്തിന്റെ മേൽ, എന്റെ കുഞ്ഞിന്റെ ഭാവിയുടെ മേൽ വാഴുവാൻ അധികാരം പ്രാപിച്ച ദൈവജനവാത്മാവിൽ സ്തുതിക്കുക. ക്രിസ്തുവിന്റെ വെളിപ്പാട് പ്രാപിച്ച ദൈവജനവാത്മാവിൽ സ്തോത്രം ചെയ്യ്. യേശുവിന്റെ നാമത്തിൽ അകത്ത് ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു. നിങ്ങളിലാണ് ഇരിക്കുന്നത്. മെഴുകുതിരി സ്റ്റാൻഡിലല്ല, കുരിശും തൊട്ടിയിലല്ല, ഏതോ പ്രാർത്ഥനാ മുറിയിലല്ല, നിങ്ങളിൽ ഇരിക്കുന്നു. ഈ മർമ്മം തിരിച്ചറിഞ്ഞവർ ആത്മാവിൽ സ്തോത്രം ചെയ്യണം. ഈ മർമ്മം തിരിച്ചറിഞ്ഞവർ മൗനമായിരിക്കില്ല. ഈ മർമ്മം അകത്തുള്ളവർ മൗനമായിരിക്കില്ല. ഈ മർമ്മം അകത്തുള്ളവർ മിണ്ടാതായിരിക്കില്ല. ടാബർനാക്കൽ ചർച്ചിന് ആ വെളിപ്പാട് കിട്ടിയതിനായി സ്തോത്രം ചെയ്യുക.
ഓ, ഏത് വെളിപ്പാട്? ആമേ, പണത്തെ കുറിച്ചുള്ള വെളിപ്പാടല്ല, മക്കളുടെ വിദ്യാഭ്യാസത്തെ കുറിച്ചുള്ള വെളിപ്പാടല്ല, അമേരിക്ക പോകുന്ന വെളിപ്പാടല്ല, അതിനേക്കാൾ വലിയ വെളിപ്പാട് ക്രിസ്തു എന്റെ അകത്തുണ്ടെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഇന്നലെ രാത്രിയിലും ഇന്ന് രാവിലെയും കൂടെയാണ് ആ ഭാഗം വായിച്ച് ഞാൻ ധ്യാനിപ്പാനിടയായത്. ഇന്നലെ രാത്രി ഞാൻ എൻ്റെ കുറേ കാര്യങ്ങൾ വായിച്ച് പ്രാർത്ഥിച്ച് കിടന്നിട്ട് രാവിലെ എഴുന്നേറ്റ് ഈ വിഷയം ദൈവസന്നിധിയിൽ പറഞ്ഞ് പ്രാർത്ഥിക്കാനിടയായി. അപ്പൊ കർത്താവിൻ്റെ ആത്മാവ് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മുടെ അകത്ത് ക്രിസ്തു ഉണ്ടെങ്കിൽ പിന്നെ നമ്മളല്ല നമ്മളിൽ വ്യാപരിക്കുന്നത്. നമുക്ക് നമ്മളെ നിയന്ത്രിക്കാൻ പറ്റത്തില്ല. ഒരാമേൻ പറയണം. നമ്മുടെ അകത്ത് ക്രിസ്തു ഉണ്ടെങ്കിൽ നമുക്ക് നമ്മളെ പിന്നെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? നിയന്ത്രിക്കാൻ പറ്റത്തില്ല. നമ്മളെ നിയന്ത്രിക്കുന്ന മുഴുമഹത്വവും ക്രിസ്തുവിൻ്റെതാ. ഈ ഏദൻ തോട്ടത്തിൽ ആദാവുമാരെ സൃഷ്ടിച്ച് നമുക്കറിയാം. ഈ ആദാവുമാരെ സൃഷ്ടിച്ചു കഴിഞ്ഞ ശേഷം എവിടെയെങ്കിലും ഒരു ഉപവാസം നടത്തിയോ? 7 ദിവസം ഉപവാസം നടത്തിയോ? എന്തെങ്കിലും വിഷയത്തിന് വേണ്ടി? ഹല്ലേലൂയ. എന്തെങ്കിലും വിഷയം അവർക്ക് വേണമെന്നും പറഞ്ഞു എവിടെയെങ്കിലും പ്രാർത്ഥിച്ചതായിട്ട് ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്നുണ്ടോ? കാണുന്നില്ല. കാരണം എന്തറിയാമോ? സകലതും അവർക്കൊപ്പം ഉണ്ടായിരുന്നു. സകലതും അവർക്കൊപ്പം ഉണ്ടായിരുന്നു. അത് ഭൗതികമാണെങ്കിലും അത് ആത്മികമാണെങ്കിലും സകലതും ഈ മാതാപിതാക്കളുടെ കൂടെ ദൈവം ആക്കി വെച്ചു. സ്തോത്രം. എല്ലാം ആക്കി വെച്ചു അല്ലേ? എല്ലാം ആക്കി വെച്ചു, എല്ലാം ആക്കി വെച്ചു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എല്ലാം ആക്കി വെച്ചു. അപ്പൊ ഈ എല്ലാം ആക്കി വെച്ചപ്പോ ഭയങ്കര സന്തോഷമാ. മഞ്ഞിനകത്താ ആ ആപ്പിളൊക്കെ തിന്ന് ഓറഞ്ചൊക്കെ കഴിച്ച് ഇങ്ങനെ അങ്ങ് അപ്പച്ചനും അമ്മച്ചൊക്കെ അങ്ങ് ജീവിക്കുക. ആഗ്രഹിക്കുന്നതൊക്കെ നടക്കും. സ്തോത്ര. ബൈബിളിനകത്തില്ല. ഞാൻ എൻ്റെ ഒരു ഭാവനയെ പറയാം. നാളെ നിങ്ങൾ എന്നെ ചോദ്യം ചെയ്തുകൊണ്ട് വരരുത്. ആദവും അങ്ങ് ചിന്തിക്കുക, എനിക്ക് പൂവിൻ്റെ പുറത്തൂടെ നടക്കണമെന്ന്. അങ്ങ് നടക്കും. സ്തോത്ര. കാരണം എല്ലാം അവരെന്താ ആഗ്രഹിക്കുന്നു അതെല്ലാം അവരിൽ അങ്ങ് നിഷിദ്ധമാക്കി കർത്താവ് വെച്ചിരിക്കുക. സ്തോത്ര. നാളെ എന്തെങ്കിലും ഒരു ആവശ്യം വേണമെങ്കിൽ അവർ മനസ്സിലൊന്ന് വിചാരിച്ചാൽ മതി, അവർക്കത് അന്നേരം കിട്ടുകയാ. ഒരാമ്യം പറഞ്ഞേ. സ്തോത്ര. പക്ഷെ ഇതെല്ലാം ദൈവം കൊടുത്തപ്പോൾ ഒറ്റ നിമിഷം കൊണ്ട് ഗ്ലോറി നഷ്ടപ്പെട്ടു പോയപ്പോൾ, മഹത്വം നഷ്ടപ്പെട്ടു പോയപ്പോൾ, ആമേൻ, ഇതെല്ലാം അവർക്ക് അന്യമായി മാറി. ഓ സ്തോത്ര. എല്ലാം അവർക്ക് നഷ്ടമായി മാറി. പക്ഷെ ആ നഷ്ടം തിങ്ങത്തുവാൻ, ആ നഷ്ടത്തെ ലാഭം ആക്കുവാൻ, ആമേൻ, ഗ്ലോറി അവന്റെ ശരീരത്തിലല്ല, പുതിയ നിയമത്തിൽ വന്നപ്പോ നമ്മുടെ അകത്തത് വ്യാപരിച്ചത്. ഒരാമേൻ പറയണോ? ഒരാമേൻ പറയണ. ആ തേജസ് അവരുടെ ശരീരത്തെ മൂടിയെങ്കിൽ പുതിയ നിയമത്തിൽ ആ തേജസ് ശരീരത്തിലല്ല മൂടിയത്, ആമേൻ, നമ്മുടെ അകത്ത് വ്യാപരിച്ചെന്ന്. നിങ്ങളെ വെളിപ്പാടി വരുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? പാപം ചെയ്തതിന് മുമ്പ് തേജസ് എവിടെയായിരുന്നു വെച്ചാ? പുറത്തായിരുന്നു. അതുകൊണ്ടാണ് യഹോവയായ ദൈവം വെയിലറിയ സമയത്ത് തോട്ടത്തിൽ വരുമ്പോൾ ഓടിച്ചെന്ന് അടുക്കച്ചല. ഞാനിപ്പോൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് പാസനോട്ട് കയറി ചെല്ലുമ്പോൾ എൻ്റെ ഇളയമോൻ ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിക്കുന്ന പോലെ, ഹല്ലേലൂയ, എൻ്റെ കൈക്ക് പിടിച്ച് അകത്തൊക്കെ കൊണ്ടുപോകുന്ന പോലെ, ഏതെന്നെ വസിക്കുന്ന അപ്പച്ചനും അമ്മച്ചിക്കും യഹോവ കൂടെ ഇറങ്ങി വരുമ്പോൾ എന്ത് ചെയ്യാം? ഓടിച്ചെല്ലാം, കെട്ടിപ്പിടിക്കാം, ഉമ്മ കൊടുക്കാം, തോളോട് ചാരിയിരിക്കാം, ആ മടിയിൽ കിടക്കാം. ഓ സ്തോത്രം. ഒന്ന് ഇമാജിൻ ചെയ്താൽ മതി, നിങ്ങൾ സ്തോത്രം പറയും. സ്തോത്രം. ഹല്ലേലൂയ. പക്ഷെ ഇത് പാപം ചെയ്ത ഒറ്റ കാരണത്താൽ തേജസ് നഷ്ടപ്പെട്ടപ്പോ ഈ ബന്ധം അകന്നുപോയി. ആമേ. അപ്പൊ കർത്താവിന്റെ കൂടെ ഈ മനുഷ്യനെ നിർത്താൻ അവരെ കണക്ട് ചെയ്തത് അവിടെ എന്താ? യെസ്, എന്താ? തേജസ്സ. കർത്താവ് യഹോവയെ ഈ മനുഷ്യനിലേക്ക് കണക്ട് ചെയ്തത് തേജസ്സാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഈ പുസ്തകം പഠിച്ചപ്പോൾ കാര്യം മനസ്സിലായി. കണക്ട് ചെയ്ത തേജസ് പിന്മാറി. ഒരു പാലമാണിത്. മനുഷ്യനിലും ദൈവത്തിന് മനുഷ്യനിലേക്ക് അടുപ്പിക്കേണ്ട തേജസ്
ആമേൻ പാപം ചെയ്തപ്പോൾ പിന്മാറിയപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ വരാൻ കഴിയാതെ അന്യം നിന്ന് പോയപ്പോൾ നോക്ക്, പുതിയ നിയമത്തിൽ ക്രിസ്തു ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് ആമേൻ വീണ്ടും ബോഡിയിൽ വ്യാപരിച്ചെന്നും വീണ്ടും പുറത്ത് വ്യാപരിച്ചു, തേജസ് പോലെ വ്യാപരിച്ചെന്നും വസ്ത്രമുടുക്കുന്ന പോലെ ക്രിസ്തു നമ്മുടെ ശരീരത്തെ ഒട്ടിച്ചേർന്നെന്നുമല്ല എഴുതിയത്. ഇവിടെ പൗലോസ് കൊലോസ്യസ് അവിടെ പറയുക, അന്ന് ഈ തേജസ് പുറം ബോഡിയിലായിരുന്നെങ്കിൽ ഇന്ന് ഈ തേജസ് നിങ്ങളുടെ ഉള്ളിലിരിക്കുന്നു. പോരാ പോരാ, ഹല്ലേലൂയ. ആ വെളിപ്പാടിലേക്ക് വന്നേ, ആ വെളിപ്പാടിലേക്ക് വന്നേ. നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ക്രിസ്തു കൊടുത്ത വില നിമിത്തം ചിലതിനെ ഉള്ളിലാക്ക. നിന്റെ ഉള്ളിൽ ക്രിസ്തു വാഴാൻ, നിന്റെ ഉള്ളിൽ യേശു വരാ ഇന്ന് പകൽ നമുക്ക് വേണ്ടി ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ ആ മർമ്മമാണ് വലുത്. ആ മർമ്മം വലുതാണെന്ന് നിങ്ങൾക്ക് ആ പോയിന്റ് മനസ്സിലായല്ലോ. പാപം ചെയ്യുന്നതിന് മുമ്പ് തേജസ് എവിടെയായിരുന്നു? ഉള്ളിൽ അല്ല, പാപം ചെയ്യുന്നതിന് മുമ്പ് പുറത്തായിരുന്നു. ഞാൻ ഈ വസ്ത്രം ഉടുപ്പിട്ടിരിക്കുന്ന പോലെ ഇങ്ങനെ ഇരിക്കുക, അല്ലെങ്കിൽ ഒരു മനുഷ്യനെ സ്നോയിൽ മുക്കിയെടുത്ത് എങ്ങനെ ഇരിക്കും അതേപോലെ ഇരിക്കുക. സ്നോ കണ്ടിട്ടുണ്ടോ? സ്നോമാൻ കണ്ടിട്ടുണ്ടോ? അതേപോലെ തേജസ് ഇങ്ങനെ വാരി ചുറ്റി ആമേൻ അടയാടെ ഉടുത്തിരിക്കുന്ന ഉണക്കിരിക്കും. പക്ഷേ ഒറ്റ നിമിഷം കൊണ്ട് മഹത്വം നഷ്ടപ്പെട്ടപ്പോൾ തേജസ് പിന്മാറി. ആ പിന്മാറിയ സ്ഥാനത്ത് യേശു വന്നിട്ട് പിന്നെ നമ്മളെ പഴയ പടുതി കൊണ്ടുപോയി തേജസ് ഉടിപ്പിക്കുക അല്ല ചെയ്തത്. അവൻ നമ്മുടെ ഉള്ളിൽ ഇറങ്ങി. ഉള്ളിലിറങ്ങി. ഒരാമേൻ പറഞ്ഞേ. ഈ ഉള്ളിൽ യേശു വരണമെങ്കിൽ രണ്ട് കാര്യം ചെയ്യണം. വേഗത്തിൽ വായിക്കാം. എഫേസ്യർ 3:17. എന്ത്? രണ്ട് കാര്യങ്ങൾ. ആമേൻ. ക്രിസ്തു നമ്മിൽ വാഴണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ. എഫേസ്യർ 3:17. ഒരാൾ 1 കൊരിന്തി 3:16 എടുത്തു വെക്ക്. ആമേൻ. എഫേസ്യർ ലേഖനം വായിക്കുക. ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ എന്ത് ചെയ്യുന്നു? അപ്പോൾ യേശു ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കണമെങ്കിൽ നമുക്ക് എന്താ ആവശ്യം? കൈയടിച്ചത് കൊണ്ടോ ആലയത്തിൽ വന്നത് കൊണ്ടോ ഞാൻ മുമ്പേ ഓർപ്പിച്ചതുപോലെ 10 മണിക്ക് എത്തിയത് കൊണ്ടോ കാര്യമില്ല. പക്ഷേ ആമേൻ, ഇവിടെ പരിശുദ്ധാത്മാ പറയുക, വിശ്വാസത്താൽ ക്രിസ്തുവിനെ നാം സ്വീകരിക്കുക. ക്രിസ്തു വിശ്വാസത്താൽ. ഇന്ന് വിശ്വാസത്താൽ എന്ന് കഴിഞ്ഞ് കോമ ഇട്ടിട്ട് ക്രിസ്തു എന്ന് ചേർത്ത് വായിക്ക്, അല്ലെങ്കിൽ ക്രിസ്തു എന്ന് പറഞ്ഞു കോമ ഇട്ടിട്ട് വിശ്വാസത്താൽ എന്ന അടുത്ത സെന്റൻസ് വായിക്ക്. ഒന്ന് നിർത്തി വായിക്ക്. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. ആമേ. തേജസ് നിങ്ങൾക്ക് ഉണ്ടാകണമെങ്കിൽ, ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ വസിക്കണമെങ്കിൽ, കർമ്മം കൊണ്ടോ കർമാചാരങ്ങൾ കൊണ്ടോ നിങ്ങളുടെ പ്രവൃത്തികൾ കൊണ്ടോ പണം കൊണ്ടോ ഇതിനെ നേടാൻ പറ്റത്തില്ല. എൻ്റെ പിതാക്കന്മാരെ, മാതാക്കളെ, നിങ്ങൾക്ക് ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. ക്രിസ്തുവിനെ നിങ്ങൾ വിശ്വസിച്ചാൽ മതി. യേശുള്ള വിശ്വാസത്താൽ നിങ്ങൾ യേശുവിനെ വിശ്വസിച്ച്, അതുകൊണ്ട് യോഹന്നാൻ പറയുന്നു, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ അധികാരം ലഭിച്ചിരിക്കുന്നു. ഇന്ന് വക ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാ കൊണ്ട് ഏറ്റു പറയുമ്പോൾ, ക്രിസ്തുവിനെ നമ്മൾ സ്വീകരിക്കുമ്പോൾ, ഇന്ന് പകൽ വിശ്വാസത്താൽ ക്രിസ്തുവിനെ നമ്മൾ സ്വീകരിച്ചാൽ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കുകയാണ്. ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിച്ചാൽ ഒരു ഭയങ്കര വിടുതൽ സംഭവിക്കും. ആമേൻ, ആമേൻ. അപ്പൊ നോക്കിക്കേ, ഇനി രണ്ടാമത്തെ വാക്യം. ഒന്ന്, വിശ്വാസത്താ ക്രിസ്തുവിനെ സ്വീകരിക്കണം. എനിക്ക് വ്യാഖ്യാനിക്കാൻ സമയമില്ല, അതുകൊണ്ട് അടുത്ത ഭാഗത്തേക്ക് പോകാം. ആമേൻ. രണ്ടാമത് എന്ത് ചെയ്യണം? 1 കൊരിന്തി 3:16. നിങ്ങൾ ദൈവത്തിന്റെ, ആദ്യം പറഞ്ഞു ക്രിസ്തുവിലുള്ള ഈ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ വസിക്കണമെങ്കിൽ നിങ്ങൾ വിശ്വസിച്ചാൽ മതി എന്ന് പറഞ്ഞെങ്കിൽ, രണ്ടാമത് പറയുകയാണ്, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരം എന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ? ഒരാമേൻ പറഞ്ഞേ. അപ്പൊ നോക്കിക്കേ, നമ്മൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ്, എന്താ? ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുന്നില്ലയോ എന്ന് നിങ്ങൾ എന്ത് ചെയ്യുന്നില്ലയോ?
അറിയുന്നില്ലയോ? ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പോസ്തലൻ പൗലോസ് കൊരിന്ത്യ സഭയോട് ചോദിക്കുക, ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന അറിയുന്നില്ലയോ? അപ്പൊ രണ്ട് തത്വങ്ങൾ നിമിത്തം ക്രിസ്തു നമ്മുടെ ഉള്ളിലേക്ക് വരും. ഈ രണ്ട് കാര്യങ്ങൾ ചെയ്താൽ ക്രിസ്തു നമ്മളിൽ വസിക്കും. ഒന്ന്, യേശുവിനെ വിശ്വസിക്കുക. ഒന്ന് പറഞ്ഞേ, യേശുവിനെ വിശ്വസിക്കുക. രണ്ട്, പരിശുദ്ധാത്മാവ് നമ്മളെ അതിന് കാരണമാക്കി തീർക്കും. ഒരാമേൻ പറയണോ? പരിശുദ്ധാത്മാവ് അതിനെ നമുക്ക് സാധ്യമാക്കി തരും. ബലഹീനതയെ ബലപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് വന്നു കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഈ ശരീരത്തിലേക്ക് വന്നു കഴിയുമ്പോൾ, നമുക്ക് തുണ നിന്നിട്ട്, അവിടെ വായിക്കുന്നേ, നമുക്ക് തുണ നിന്നിട്ട്, പരിശുദ്ധാത്മാവ് എന്താ ചെയ്യുന്നേ? നമുക്ക് തുണ നിന്നിട്ട്, ആ തുണ നിമിത്തം നമുക്ക് ദൈവത്തിങ്കിലേക്ക് പ്രവേശനം ലഭിക്കുമ്പോൾ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ ജീവനോടെ വാഴുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി അടുത്ത വാക്കിട്ട് വായിച്ചത് എവിടെയാണ് ആമേൻ ഇത് വാഴേണ്ടത്? എവിടെയാണ് വാഴേണ്ടത്? ഗലാത്യയിലെ 2-ാം അധ്യായം അത് 20-ാമത്തെ വാക്യം കൊണ്ട് വായിച്ചേ. വ്യാഖ്യാനിക്കുന്നില്ല ഭാഗവും 2:20 വേഗത്തിൽ വായിച്ചേ. എവിടെയാണ് വാഴേണ്ടത്? ഒന്ന് ഉറക്കെ വായിച്ചേ. ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. നോക്കിയേ, ഒന്ന് നിർത്തണേ. ഞാൻ ക്രിസ്തുവിനോട് കൂടെ, എല്ലാവരും എന്നെ നോക്കിയെന്ന് പറഞ്ഞേ, ഞാൻ ക്രിസ്തുവിനോട് കൂടെ, ഉറക്കെന്ന് പറഞ്ഞ, ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. അടുത്തത്, ഇനി ജീവിക്കുന്നത് ഞാനല്ല എന്ന് പറഞ്ഞാൽ, എന്നിൽ ഇനി എന്തു വെളിപ്പെട്ടാലും എനിക്ക് അതിനകത്ത് ഒരു റോളില്ല. സ്തോത്ര. എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചാലും, എന്നിൽ എന്തൊക്കെ വന്നാലും എനിക്ക് അതിനകത്ത് റോളില്ല. കാരണം എൻ്റെ അകത്തിരിക്കുന്ന ക്രിസ്തുവിനാണ് റോള്. ആമേൻ, പ്രൈസ് ദി ലോർഡ്. അപ്പൊ ക്രിസ്തു അകത്തുണ്ടെങ്കിൽ വിടുതലുണ്ടോ? സ്തോത്ര. ക്രിസ്തു അകത്തുണ്ടെങ്കിൽ ബന്ധനം അഴിയുമോ? സ്തോത്ര. ക്രിസ്തു സക്കായിയുടെ വീട്ടിൽ വന്നല്ലോ. അവിടെ നിങ്ങൾ എവിടെയെങ്കിലും വായിച്ചിട്ടുണ്ടോ, സക്കായിയെ നീ ആ അധികമായി വാങ്ങിയതും പിടിച്ചു പറിച്ചതും ആ കട്ടുമോട്ടിച്ചതും ഒക്കെ തട്ടിയെടുത്തതൊക്കെ നീ അങ്ങ് തിരികെ കൊടുക്ക്, ഞാൻ നിന്റെ വീട്ടിൽ വരാമെന്ന് യേശു എവിടെയെങ്കിലും പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ല. യേശുവിൻ്റെ അടുക്ക വരാൻ ആഗ്രഹിച്ച ഒരാളല്ല സക്കായി. സക്കായി നീളത്തിൽ കുറുകിയവനാ. പക്ഷെ അവൻ ഒറ്റ ആഗ്രഹമുള്ളൂ, എനിക്ക് യേശുവിനെ എനിക്കൊന്ന് എന്ത് ചെയ്യണം? കാണണം. എനിക്ക് യേശുവിനെ എൻ്റെ കൂടെ ഒന്ന് വന്നേ. ഒരു വെളിപ്പാട്, ഒരു തീ അതിനകത്ത് കിടപ്പുണ്ട്. ഒന്ന് പ്രകാശിക്കണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ്. ഹല്ലേലൂയ. ഇല്ലെങ്കിൽ ഞാൻ വേറെ എവിടെയെങ്കിലും പ്രസംഗിച്ച് ഞാൻ ഇതിന് ആനന്ദം കണ്ടെത്താം. സ്തോത്രം. ഇതിനകത്തെ ആ കൃപ നിങ്ങളൊന്ന് അനുഭവിച്ചുകൊണ്ട് വേണം ഇവിടെ നിന്ന് ഇറങ്ങി പോകാൻ. ഈ സക്കായിയുടെ ആഗ്രഹം, എനിക്ക് എൻ്റെ യേശുവിനെ എനിക്ക് ഒന്ന് കാണണം. അത്രയുള്ള എൻ്റെ ആഗ്രഹം. അതുകൊണ്ട് കാട്ടത്തിയിൽ കയറിയിരുന്നു. പക്ഷെ യേശു കാട്ടത്തിയുടെ കീഴിൽ വന്നിട്ട് പറയുക, മോനെ ഇങ്ങോട്ട് ഇറങ്ങി വാ, ഞാൻ നിന്റെ വീട്ടില് ഇത്രേ പറഞ്ഞുള്ളൂ, ഞാൻ നിന്റെ വീട്ടിൽ പാർക്കാൻ ആഗ്രഹിക്കുന്നു പറഞ്ഞുള്ളൂ. അത്രയും പറഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്? അവൻ്റെ വീടിനകത്തും മാറ്റമുണ്ടായി, അവൻ്റെ തൊഴിലിനകത്തും മാറ്റമുണ്ടായി, അവൻ്റെ മനക്കോട്ടയ്ക്കകത്തു മാറ്റമുണ്ടായി. അവൻ പിടിച്ചു വെച്ചത് തിരികെ കൊടുക്കാൻ ഒരാളും പറയാതെ തന്നെ അവൻ ചെയ്യാൻ തയ്യാറായി. എന്താ കാര്യം? ഇത്രയും നേരം അവൻ്റെ ഉള്ളിലിരുന്നത് പണം ഉണ്ടാക്കണം, പിടിച്ചു പറിക്കണം, പണം ഉണ്ടാക്കണം, പിടിച്ചു പറിക്കണം. ഇത് അവൻ്റെ ഉള്ളിലിരുന്നേ. പക്ഷെ യേശുവിൻ്റെ ശബ്ദം കേട്ടപ്പോൾ, യേശു അകത്തു വന്നപ്പോൾ അവൻ്റെ വിഷയം ഇനി പണം ഉണ്ടാക്കാന്നുള്ളതല്ല, അന്യായമായി വാങ്ങിയതെല്ലാം തിരികെ കൊടുക്കുക. ഒരു കരം അടിച്ച് സ്തോത്രം ചെയ്യണം. ഇന്ന് പകലേ യേശുവിനെ കാണാൻ കൊതിക്കുന്ന എത്ര പേരുണ്ട്? യേശുവിനെ കാണാൻ കൊതിക്കുന്ന എത്ര പേരുണ്ട്? നിന്നെ കാണാൻ അധികമായി യേശു കൊതിക്കുന്നുണ്ട്. ഇന്ന് പകൽ യേശുവിനെ കാണാൻ നീ എപ്പോ കൊതിക്കുന്നു, അന്ന് യേശു നിന്റെ അടുക്കൽ വന്നിരിക്കും. ഓ, ആ കരം അടിച്ചൊന്ന് സ്തോത്രം ചെയ്യ്. യേശു നിന്റെ അടുക്കൽ വന്നിരിക്കും. ഞാൻ ഇന്ന് പകൽ നിങ്ങളോട് ചോദിക്കുക, യേശു നമ്മുടെ വീട്ടിൽ വന്ന് നമ്മൾ എന്തോ പറയുന്നത്? ഇന്ന് നമ്മുടെ വീട്ടിൽ യേശു വരുവാൻ ചിന്തിക്കുകയാണ്. എന്തോ പറയും നമ്മൾ യേശുവിനോട്? എന്തോ പറയും മോളെ? അലീന എന്തോ പറയും? യേശു നിന്റെ വീട്ടിൽ വന്നാൽ നീ എന്തോ പറയും? ഇന്ന് ആരാധന കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുക. വീട്ടിൽ ചെല്ലുമ്പോൾ ഊണൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് യേശു ഒപ്പിച്ച വീട്ടിൽ വന്നു, നീ എന്തോ പറയും?
എന്തോ ചെയ്യും? ഉറക്കെ പറ. ഇഷ്ടമെന്ന് പറയോ? അതറിയാം. എന്തോ പറയും? യേശു വീട്ടിൽ വന്ന നീ എന്തോ പറയും? എന്തോ പറയും? ഫേവ എന്തോ പറയും? ഒന്നും പറയത്തില്ലേ? എന്തോ പറയും? ആൻസർ കിട്ടണം. വാച്ച എന്തോ പറയും? ഈ ആരാധന കഴിഞ്ഞ് വീട്ടിൽ യേശു വരുവാൻ ചിന്തിക്കുക. എന്തോ പറയും യേശുവിനോട്? സന്തോഷമായിട്ടിരിക്കും ചോദിക്കുമോ? എന്നോട് കൂടെ അത് നല്ലൊരു കാര്യമാണ്. എന്നോട് കൂടെ എന്ത് ചെയ്യണം? ഇരിക്കണം. നീ എന്നെ വിട്ട് എന്ത് ചെയ്യരുത്? പോകരുത്. എന്തോ പറയും? എന്തോ പറയും കുഞ്ഞാഞ്ച? എന്തോ പറയും? യേശു അപ്പച്ചൻ്റെ അടുക്കിൽ നിന്ന് വരികയാ. യേശു അപ്പച്ചൻ്റെ അടുക്കിൽ നിന്ന് വന്നാൽ യേശുവിന് എന്തോ ചെയ്യും? എന്തോ ചെയ്യും? ഞാൻ വന്നാൽ എന്തോ ചെയ്യും? കൈ തരും ഇല്ലേ? യേശു വന്ന് എന്തോ ചെയ്യും? അതാരാ പറഞ്ഞേ? എന്തോ പറഞ്ഞേ? ഒരാമേൻ പറ. ആമേൻ പറ. ഇത് എൻ്റെ അല്ല, ഞാൻ ഒരാടെ കടമെടുത്ത് ചോദിച്ചതാ. യേശു നമ്മുടെ വീട്ടിൽ വന്നാൽ എന്ത് ചെയ്യും? ഇവിടെ പറഞ്ഞു കെട്ടിപ്പിടിക്കുമെന്ന്. ഇന്ന് പകൽ ഒരേ ആത്മീയം പറയാ. യേശു വീട്ടിൽ വന്നാൽ, ആമേൻ, യേശു വീട്ടിൽ വന്നാൽ, ഇന്ന് പകൽ യേശു നമ്മുടെ ഉള്ളിൽ വന്നാലോ? ഇന്ന് പകൽ യേശു നമ്മുടെ ഉള്ളിൽ വന്നാലോ? വീട്ടിൽ വന്നാ കെട്ടിപ്പിടിക്കും, വീട്ടിൽ വന്നാ കൂടെ ഇരിക്കണമെന്ന് പറയൂ. യേശു നമ്മുടെ വീട്ടിൽ വന്നാൽ എന്നെ വിട്ടിട്ട് പോകല്ലെന്ന് പറയൂ. അങ്ങനാണെങ്കിൽ ഈ ഞായറാഴ്ച യേശു എന്റെ ഉള്ളിൽ വന്നാ കരമടിച്ച് ഒന്ന് ഏറ്റെടുത്ത് സ്തോത്രം ചെയ്തേ. സക്കായിയുടെ വീട്ടിൽ യേശു വന്നു. സക്കായിയുടെ വീട്ടിൽ യേശു വന്നു. അമ്മമ്മ പറഞ്ഞു യേശു വന്ന യേശുവിനെ ഞാൻ എന്തോ ചെയ്യും? ഞാനതാ ചെയ്യുന്നേ. ഹല്ലേലൂയ. ഞാൻ ഇന്ന് ആരാധന കഴിഞ്ഞിട്ട് എൻ്റെ പാസ്റ്റേജിനകത്ത് ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ യേശു വന്നെന്നിരിക്കട്ടെ. ഹല്ലേലൂയ. ആമേൻ. നമ്മളും ചിന്തിക്കുക, ഇത് എന്നാ ഉപദേശം നമ്മൾ ചോദിച്ചോണ്ട് വരല്ലോ കേട്ടോ. അതെനിക്കും അറിയത്തില്ല എന്നാ ഉപദേശമാണ്. പക്ഷെ എനിക്കൊരു കാര്യം നന്നായിട്ടറിയാം. യേശു ഇന്ന് എൻ്റെ വീട്ടിലോട്ട് വന്നാൽ ഞാൻ ആദ്യം ചെയ്യുന്നത് യേശുവിനെ എന്ത് ചെയ്യുന്നറിയാമോ? കെട്ടിപ്പിടിക്കും. കാരണം എനിക്ക് വേണ്ടി ഞാൻ ഇങ്ങനെ ആകാൻ കാര്യം യേശുവാ. ആമേൻ പറ. ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുമ്പോൾ എനിക്കൊരു അനുഭവം പറയാനുണ്ട്. കഴിഞ്ഞ ഞായറാഴ്ചയുടെ മുമ്പ് ആമൻ ഈ ചർച്ചയിൽ നിന്ന് എനിക്ക് 30,000 രൂപ ചെക്ക് എഴുതി തന്നു. ആമൻ ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്നതിൻ്റെ തലേ ദിവസം അത് ഒരു സുവിശേഷ പ്രവർത്തനത്തിന് വേണ്ടി പൈസ വേണമെന്ന് പറഞ്ഞു. എൻ്റെ കൊടുക്കാൻ ഒന്നുമില്ല. ഞാനതെടുത്ത് അവർക്ക് കൊടുത്തു. സഹോദര, ഇത് ഞാൻ കള്ളമല്ല പറയുന്നേ. അജയ് ഇതിന് തെളിവാണ്. സഹോദര, അജയ്ക്കറിയാം. ഇത് കൊടുത്തിട്ട് എൻ്റെ ലോൺ അടയണം, വണ്ടിയുടെ കാര്യം അടയ്ക്കണം, കാര്യങ്ങളെല്ലാം ചെയ്യണം, എൻ്റെ വീട്ടുകാര്യങ്ങളെല്ലാം നോക്കണം. എൻ്റെ ഒരു പൈസയില്ല. അന്ന് രാത്രിയില്ല ഞാൻ ഹോസ്പിറ്റലിൽ കയറുന്നേ. സ്തോത്രം. നിങ്ങൾക്ക് സ്തോത്രം പറയാൻ പറ്റത്തില്ല. പക്ഷെ ഞാൻ എൻ്റെ അകത്ത് യേശു ഉള്ളതിൻ്റെ കാര്യമാണ് പറയുന്നത്. എൻ്റെ രോഗത്തെക്കാൾ ഏറ്റവും കൂടുതൽ ഞാൻ മനസ്സ് തകർന്നത് ഈ പേയ്മെൻറ്റ് ബില്ല് എങ്ങനെ പേ ചെയ്യുമെന്നാണ്. ഞാൻ ലോകത്തേക്കാൾ ഏറ്റവും കൂടുതൽ ഞാൻ മാനസികമായിട്ട് ഞാൻ ബെഡിൽ കിടക്കുമ്പോൾ ചിന്തിച്ചത് എൻ്റെ ലോണുകൾ ഞാൻ എങ്ങനെ അടയ്ക്കുമെന്നാ. മറ്റെനിക്ക് ലോൺ കണ്ടെത്തിയാൽ മതിയായിരുന്നു. ഇപ്പം ലോൺ മാത്രമല്ല, ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങണമെങ്കിൽ 30,000 രൂപയോളമായി, അതും എനിക്ക് പേ ചെയ്യണം. പക്ഷെ ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയാം, കഴിഞ്ഞ തിങ്കളാഴ്ചയല്ലേ വന്നത്? തിങ്കളാഴ്ച ഞാൻ വന്നു. ഈ ഞായറാഴ്ച ഇവിടെ നിൽക്കുമ്പോൾ ഈ മാസത്തെ എൻ്റെ ലോൺ മുഴുവനും അടച്ചിട്ട് പോരാ, ഈ മാസത്തെ ലോണുകൾ മുഴുവനും അടച്ചിട്ട്, എൻ്റെ ആശുപത്രി ബില്ല് മുഴുവനും അടച്ചിട്ട് ഞാൻ ജയത്തോടുകൂടി ഇവിടെ നിൽക്കുന്നത്. ഹല്ലേലൂയ. യേശു വന്നാൽ ഞാൻ എങ്ങനെ കെട്ടിപ്പിടിക്കാതിരിക്കും? ഇന്ന് പകൽ ആത്മാവി സ്തോത്രം ചെയ്യ. നീ തമ്പുരാന് വേണ്ടി കൊടുത്ത ദൈവം മാനിക്കുന്ന തെളിവാണ്. യേശു വന്നാൽ എന്ത് ചെയ്യൂ? കെട്ടിപ്പിടിക്കണമെന്ന്. കടം ദൈവം മാറ്റും. നീ യേശുവിനോട് നിൽക്കേണ്ടതുപോലെ നിൽക്ക്.
ആമേ 50 ലക്ഷം രൂപ കടത്തി കയറിയവനാ ഞാൻ. ചുമ്മാതെ പറയുകയല്ല. 1 രൂപ കടമില്ലാതെ ഇന്ന് നിങ്ങളുടെ പാസ്റ്ററാക്കി ഇവിടെ നിർത്തിയിരിക്കുന്നെങ്കിൽ ഇന്ന് പകൽ എനിക്കറിയാം എന്റെ യേശു എന്റെ വീട്ടിൽ വന്നതാനർത്ഥം. ചുമ്മാതെ കിടന്ന് കീറുകല്ല, ചുമ്മാതെ കിടന്ന് കാറുകല്ല. എന്റെ അപ്പായ എനിക്കറിയോ. ഇന്ന് പകൽ ഈ യേശുവിനെ എത്ര പേർക്ക് വേണം? രക്ഷിക്കപ്പെട്ട് കുറെ നാളായി, ആമേ മീശ പഠിച്ചിട്ട് കുറെ നാളായി, വെള്ളസാരി ചുറ്റിയിട്ട് കുറെ നാളായി. യേശുവിന് എന്തെങ്കിലും പ്രാപിക്കേണ്ടത് പോലെ ഇന്നും പ്രാപിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ പ്രാപിക്കാൻ നീ തയ്യാറാകണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സക്കയുടെ വീട്ടിൽ യേശു വന്നു. ഇന്ന് പകൽ ആത്മാവി പറയാം, നിങ്ങളുടെ വീട്ടിൽ ആരും വന്നില്ലേലും ടെൻഷൻ അടിക്കണ്ട, യേശു വന്നു. കഴിഞ്ഞ ദിവസം ഒരാളെന്നോട് പറഞ്ഞു, പാസ്റ്റേ എന്റെ സ്വന്തം പെങ്ങൾ എന്റെ വീട്ടിൽ വന്നിട്ട് എത്ര നാളറിയാമോ എന്ന് ചോദിച്ചു. സ്വന്തം പെങ്ങള് എന്റെ വീട്ടിൽ വന്നിട്ട് എത്ര നാളായോന്ന് ഞാനവരെ ആശ്വസിപ്പിച്ചു. പക്ഷെ ഞാൻ ഈ കാര്യമൊന്നും പറഞ്ഞില്ല. ഇവിടെ നിൽക്കുമ്പോൾ ആത്മാവ് എനിക്ക് അത് ചിന്ത തരികയാ. അങ്ങനാണെങ്കിൽ ഞാൻ ആ ദൂത് നിങ്ങൾക്ക് എടുത്തു തരാം. ആരും നിന്റെ വീട്ടിൽ വന്നില്ലെങ്കിലും ഈ ആരാധന കഴിയുമ്പോൾ പറഞ്ഞു പോകണം, യേശു എൻ്റെ വീട്ടിലുണ്ട്. എടുക്കാങ്കി എടുക്ക്, അല്ലാത്തൊരു മിണ്ടാതെ അവിടെ ഇരിക്ക്. ഇന്ന് ക്രിസ്തു നിന്റെ ഉള്ളിൽ വ്യാപരിക്കുമ്പോൾ നിന്റെ കെട്ട് കർത്താവ് അഴിക്കും. രോഗം ദൈവം എടുത്തു മാറ്റും. ബന്ധനം ദൈവം അഴിക്കും. ഓ ശകാവാരാധാര. എത്ര പേർ കൊതിക്കുന്നു, എത്ര പേർ കൊതിക്കുന്നു എൻ്റെ ഉള്ളിൽ യേശു വരണമെന്ന്, എന്റെ വീട്ടിൽ യേശു വരണം. എത്ര പേർ കൊതിക്കുന്നു? ആ സാന്നിധ്യം ഇതിനകത്തേക്ക് ഞാൻ റിസീവ് ചെയ്യുക, ഞാനതിനെ സ്വീകരിക്കുകയാ. ഇന്ന് പകൽ ആദരം തുറക്ക്, മറ്റ് ചിന്തകളെല്ലാം വെടിയ്. ഇന്ന് പകൽ ആ കാട്ടത്തിയിലിരിക്കുന്ന ചിലരകത്തുണ്ട്. ഇന്ന് പകൽ നിന്റെ അടുക്കൽ യേശു വരികയോ. ഇങ്ങോട്ട് നോക്കിയേ. ഈ യേശു എന്ന് കേൾക്കുമ്പോൾ, യേശുവിന്റെ ശക്തിയെ കുറിച്ച് കേൾക്കുമ്പോൾ, യേശു എൻ്റെ വീട്ടിൽ വരിക, എന്നിലേക്ക് വരിക എന്ന് കേൾക്കുമ്പോൾ നമ്മളിരുന്ന് ഉറങ്ങരുത്. എല്ലാത്തിലും വലുത് യേശു നമ്മുടെ വീട്ടിൽ വരിക എന്നുള്ളതാ. യേശു നമ്മുടെ ഉള്ളിൽ വരിക എന്നുള്ളതാ. ഈ രണ്ട് തത്വം അത് വിശ്വസിച്ച് നീ ഏറ്റെടുക്കണം. ഇനി നിന്നെ കൊണ്ട് സ്വയമേ അത് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ നിനക്ക് തുണ നിൽക്കാൻ ജീസസ് എനിക്ക് നിങ്ങളുടെ അടുക്കലേക്ക് ഒന്ന് വരണം. എനിക്ക് നിങ്ങളുടെ അടുക്കലേക്ക് ഉണ്ടോ എൻ്റെ കൂടെ? എനിക്ക് നിങ്ങളുടെ അടുക്കലേക്ക് എന്ത് ചെയ്യണം? ഒന്ന് വരണം. പക്ഷെ ഈ പുൾപിറ്റ് എനിക്ക് എന്താ? ഞാൻ ഇവിടെ കിടന്ന് ആയുവാ നിങ്ങളുടെ അടുക്കലേക്ക് വരാൻ. ഞാനിവിടെ കിടന്ന് വേർക്കുക നിന്റെ അടുക്കലേക്ക് ഒന്ന് വരാൻ. ഞാൻ എൻ്റെ ആ ബലം മുഴുവൻ ഉപയോഗിച്ച് ഞാനിത് തള്ളുക നിങ്ങളുടെ അടുക്കലേക്കൊന്ന് വരാൻ. ഞാനിവിടെ കിടന്ന് കഷ്ടപ്പെടുന്ന കണ്ടപ്പോൾ ആൽവിൻ ഇത് കണ്ടിട്ട് എന്ത് ചെയ്യുന്നറിയാമോ? ലെവിനെ കൂടെ വിളിച്ചോണ്ട് വന്നിട്ട് പറഞ്ഞു, ബാ നമുക്ക് നീക്കാന്ന് പറഞ്ഞു. പിടി കിട്ടിയേ? ഓ, നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടോ? എന്നോട് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണോ, അതോ ഇനിയും പ്രായമായതിൻ്റെ ആണോ, അതോ മനസ്സിലാകാത്തതിൻ്റെ ആണോ? എനിക്ക് എന്തും ആകട്ടെ, ഇങ്ങോട്ട് വന്നേ. ഞാനിവിടെ കിടന്ന് എന്ത് ചെയ്യുക? കഷ്ടപ്പെടുക. കാരണം എൻ്റെ പിതാക്കന്മാർ ചെയ്ത പാവം ഇവിടെ ഇങ്ങനെ കിടക്കുക. എനിക്ക് നിങ്ങളുടെ അടുക്കിലേക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ ചെയ്ത പാവം ഇവിടെ കിടക്കുക. എനിക്ക് നിങ്ങളിലേക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, വരാൻ പറ്റുന്നില്ല. ഞാനിവിടെ കിടന്ന് ഈ കഷ്ടപ്പാട് കണ്ടിട്ട്
ഈ സഹോദരന്മാർ വന്നിട്ട് ഇതിനെ അങ്ങോട്ട് നീക്കിയപ്പോൾ ഞാൻ ഓടി അങ്ങോട്ട് വന്നതുപോലെ നിങ്ങൾ ആത്മാവി കണ്ടേ. ഓ, ആ പരിശുദ്ധാത്മാവിനോട്ട് വന്നട്ടെ, ഇതിനെ അങ്ങോട്ട് നീക്കിയട്ടെ, എന്നെ ആ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുന്ന ക്രിസ്തുവിങ്കിലേക്ക്. ഓ ഇന്നു പകരം നിങ്ങളുടെ ഉള്ളിൽ ക്രിസ്തുവിന്റെ സ്നേഹം വിതയ്ക്കാൻ തടസ്സമായി നിൽക്കുന്ന, നിന്നെ പുറകോട്ട് വലിക്കുന്ന എന്തെങ്കിലും ശക്തി ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് തുണ നിന്നിട്ട് കൃപ 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 ഒന്നേറ്റെടുത്ത് യേശുവിലേക്ക് നിന്നെ അടുപ്പിക്കാതെ, യേശു നിന്നിലേക്ക് അടുത്തു വരാതെ എന്തെങ്കിലും തടസ്സങ്ങൾ ഇന്ന് പകൽ ഉണ്ടെങ്കിൽ നിനക്ക് സ്വയമേ നീക്കാൻ നോക്കിയിട്ട് നിനക്ക് നീക്കാൻ പറ്റാതെ വരുമ്പോ ആമേ കാര്യസ്ഥനായ മൂന്നാമനെ നമ്മളിലേക്ക് ഇറക്കി വിട്ടിട്ട് അതിനെ നീക്കി എന്നിനെ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുന്ന ഓ വിശ്വസിക്ക. അതിന് പരിശുദ്ധാത്മാവിനെ തരിക എന്ന് പറയുന്നു. പ്രാർത്ഥിക്കണേ. ഇപ്പൊ മനസ്സിലായി പരിശുദ്ധാത്മാവ് എന്തിനാന്ന്? പരിശുദ്ധാത്മാവ് എന്തിനാന്ന് ചോദിച്ചാൽ പെന്തക്കോസ്തുകാർ നമ്മൾ പറയും പാട്ട് പാടി കഴിഞ്ഞ് 2 അന്യഭാഷയൊക്കെ പറയണം, ചാടണം, തുള്ളണം. ഇതിനാ പരിശുദ്ധാത്മാവ്. അതിനൊന്നും അല്ല. പിന്നെ കൃപ പ്രാപിച്ചവൻ തുള്ളും. കൃപ പ്രാപിച്ചവൻ എലിസബത്തിന്റെ ഉള്ളിൽ പിള്ള എപ്പോഴാ കൃപ ലഭിച്ച മറിയ അടുക്ക ചെന്നപ്പോ. ഹലോ, എൻ്റെ കൂടെ വന്നേ. നിങ്ങൾ പ്രതികരിച്ചില്ലെങ്കിൽ ഇന്നിങ്ങനെ പോവേ, വായ്പയുണ്ട്. ആ മറിയ അങ്ങോട്ട് ചെന്നപ്പോൾ മറിയയിൽ വ്യാപരിക്കുന്ന കൃപ നിരാശപ്പെട്ടിരിക്കുന്ന ഈ എലിസബത്തിന്റെ മേലെ അങ്ങോട്ട് വ്യാപരിച്ചപ്പോൾ അകത്ത് പിള്ള എന്ത് ചെയ്തു? ഇനി ഈ ആത്മാവ് യേശു എന്ന് പറയുമ്പോ അകത്ത് തുള്ളല് വരുന്നില്ലെങ്കിൽ കൃപ ലഭിച്ചിട്ടില്ല. പക്ഷെ കൃപയുണ്ടെങ്കിൽ ഇന്നു പകൽ നീ യേശുവിനെ ആരാധിക്കാം. കരങ്ങൾ തട്ടി ആത്മാവി സ്തോത്രം ചെയ്യ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ 3 കൂട്ടം കഴിഞ്ഞ് ഞാൻ ആ ഭാഗം നിർത്താം. കാരണം എനിക്ക് ഇങ്ങനെ പോയാൽ എനിക്കറിയാം എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരാത്മപ്രഭാവം ഞാൻ എൻ്റെ ശരീരത്തിൽ തിരിച്ചറിയുന്നുണ്ട്. ഏറ്റവും വലിയ മർമ്മമാണ് പറയുന്നത്, ക്രിസ്തു എൻ്റെ ഉള്ളിൽ ഇരിക്കുക. ക്രിസ്തു എൻ്റെ ഉള്ളിൽ ഇരിക്കുക. ക്രിസ്തുവിൻ്റെ ഉള്ളിൽ ഇരിക്കണമെങ്കിൽ 2 കാര്യം. ഒന്ന് വിശ്വസിക്കണം, മറ്റൊന്ന് എന്ത് ചെയ്യണം? പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കണം. ഇനി ക്രിസ്തു എൻ്റെ ഉള്ളിൽ വന്നാൽ എന്താ അവിടെ നമ്മൾ വായിച്ചത്? ഇനി ഞാനല്ല, ക്രിസ്തുവാണ് എന്നിൽ എന്ത് ചെയ്യുന്നത്? ജീവിക്കുന്നത്. ഇനി ഞാനല്ല, ക്രിസ്തുവാണ് എന്നിൽ എന്ത് ചെയ്യുന്നത്? ജീവിക്കുന്നത്. ഇനി ഈ ക്രിസ്തു എവിടെയാ വാഴേണ്ടേ? എൻ്റെ പ്രസംഗം തുടങ്ങിയിട്ടേ ഉള്ളൂ, ദൂത് കയറുന്നതേ ഉള്ളൂ. പക്ഷെ ഞാൻ വേഗം പറയാം. നിങ്ങൾ എൻ്റെ കൂടെ വാ. എവിടെയാ ക്രിസ്തു വാഴേണ്ടേ? 2 കൊരിന്ത്യർ 4:6. 2 കൊരിന്ത്യർ 4:6 വേഗത്തിൽ ഒന്ന് വായിച്ച സിസ്റ്ററെ. എവിടെയാ ക്രിസ്തു വാഴേണ്ടേ? 2 കൊരിന്ത്യർ 4:6. അരുളി ചെയ്ത ദൈവം യേശുക്രിസ്തുവിന്റെ മുഖത്തിലുള്ള, നിങ്ങൾ ആ പദം ശ്രദ്ധിക്കണേ, യേശുക്രിസ്തുവിന്റെ മുഖത്തിലുള്ള ആ തേജസ് എവിടുന്നാ വരുന്നേ? ദൈവ തേജസ്. സ്തോത്രം. മുഖത്ത് നിന്ന് വരുന്ന തേജസ്. ഒരാമയം പറഞ്ഞേ. ഈ തേജസ് കണ്ടല്ലേ ഒരിക്കൽ മോശ പർവ്വതം ഇറങ്ങിയേ. ഇസ്രായേൽ മക്കൾ എന്താ പറഞ്ഞേ? അങ്ങക്ക് അവന്റെ മുഖം എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അതുകൊണ്ടൊരു മൂടിടാൻ പറഞ്ഞില്ലേ?
ദൈവത്തിന്റെ തേജസ് അത് വേറൊരു സബ്ജക്റ്റാ, അതോടെ പോട്ടെ. ഇവിടെ വായിക്കുകയാണ് ദൈവത്തിന്റെ തേജസ്. ആ ദൈവ തേജസ് നോക്കിക്കേ, പരിജ്ഞാനം. ഈ നമുക്ക് പരിജ്ഞാനം ഉണ്ടാകണമെങ്കിൽ എന്തോ വേണം? നമ്മളിൽ പലപ്പോഴും പരിജ്ഞാനം ഇല്ലാതെ വരുന്നതിൻ്റെ അർത്ഥം എന്തുവാ? വാക്യം വായിച്ചില്ലേ? ദൈവത്തിൻ്റെ തേജസ് ഇല്ലാത്തതുകൊണ്ട്. നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് വന്നേ, ഞാൻ ഒത്തിരി സ്ട്രെയിൻ ചെയ്ത് ഇന്ന് രാവിലെ പ്രസംഗിക്കുന്നു. എൻ്റെ കൂടെ ഒന്ന് വരണം കേട്ടോ. ഈ ദൈവത്തിൻ്റെ തേജസ് ഇല്ലാത്തത് കൊണ്ട് പരിജ്ഞാനം പോകുന്നു. പക്ഷെ ഇവിടെ കർത്താവിൻ്റെ ദാസൻ പറയുക, ഈ തേജസ് വിളങ്ങുമ്പോൾ നമുക്ക് എന്തോ ഉണ്ടാകുന്നു? ദൈവത്തിൻ്റെ നമ്മളിൽ പരിജ്ഞാനം വിളങ്ങുന്നു. അടുത്തത്, എവിടാണ് ഇത് പകർന്നിരിക്കുന്നത്? ഒരുമിച്ചൊരു സ്തോത്രം പറഞ്ഞേ. എവിടാ പകർന്നിരിക്കുന്നേ? നമ്മുടെ ഹൃദയത്തിൽ. അപ്പൊ ക്രിസ്തു എവിടെയാണ് വസിക്കണ്ടേ? ഉറക്കെ പറഞ്ഞാ, ഹൃദയത്തിൽ വസിക്കണം. എവിടെ വസിക്കണം? ഹൃദയത്തിൽ വസിക്കണം. തലേണക്കീഴിരിക്കുന്ന ബൈബിളിനകത്തല്ല, മെഴുകുതിരി സ്റ്റാൻഡിലല്ല, പ്രാർത്ഥനാ മുറി എന്ന് പറയുന്ന മുറിക്കകത്തല്ല. ക്രിസ്തു വസിക്കേണ്ടത് നമ്മുടെ ഹൃദയത്തിലാണ്. ആമേൻ. ഇനി വ്യാഖ്യാനിക്കുന്നില്ല, പ്രസംഗിക്കേണ്ട കാതലായ ഭാഗത്തേക്ക് ഞാൻ വരികയാണ്. പക്ഷെ ആ വാക്യം പറഞ്ഞു വിടാം. അങ്ങനെ പ്രാർത്ഥിക്കുക. നിങ്ങൾ വീട്ടിൽ പോയി വായിക്കണം, എഴുതിയെടുത്ത നല്ലത്. ഹൃദയത്തിനകത്ത് ക്രിസ്തു വസിച്ചാൽ, ഇതുവരെ പറഞ്ഞ ഇത്രയും നേരം പ്രസംഗിച്ചത് ഞാൻ ചിന്തിച്ചുകൊണ്ട് വന്ന കാര്യമല്ല, ഇവിടെ നിൽക്കുമ്പോൾ ആത്മാവിനോട് പറഞ്ഞ കാര്യം പറഞ്ഞതാ. ഇനിയും ഞാൻ കഴിഞ്ഞ പകലും കഴിഞ്ഞ രാത്രിയും ചിന്തിച്ച ഒരു ദൂത് ഞാൻ ഒന്ന് കൈമാറി വേഗത്തിൽ നിങ്ങൾക്ക് എൻ്റെ വാക്ക് അവസാനിപ്പിക്കാം. ഹൃദയത്തിൽ വസിക്കണം. ഞാൻ വായിച്ച കുറിവാക്യത്തിനകത്ത് ഇങ്ങനെയാണ്, ആ മർമ്മം ദൈവത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു. എവിടെ? നമ്മുടെ ഹൃദയത്തിൽ ഇരിക്കുന്നു. ഒരാമേൻ പറഞ്ഞേ. ആമേൻ. ഈ കൊലോസ്യർ 1:27 ക്രിസ്തു നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്നു, നിങ്ങളിൽ ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് കുറച്ചുകൂടെ പൗലോസ് ഇവിടെ ഈ കൊരിന്ത്യർക്ക് പറയുമ്പോൾ പറയുകയാ, കൊരിന്ത്യക്കാരോട് തെളിയിച്ചു പറയുകയാ. നിങ്ങളിലിരിക്കുന്ന ക്രിസ്തു എന്നല്ല അവിടെ പറയുന്നേ, നിങ്ങളുടെ ക്രിസ്തു എന്നല്ല അവിടെ പറയുന്നേ, നിങ്ങളുടെ ഉള്ളിൽ വാഴുന്ന ക്രിസ്തു എന്നല്ല അവിടെ പറയുന്നേ. അവിടെ പറയുന്നേ പൊസിഷൻ വെളിപ്പെടുത്തി പറയുകയാ. നിങ്ങളുടെ ക്രിസ്തു അവിടെ ഇവിടെ ഒന്നും അല്ല ഇരിക്കുന്നത്. നിങ്ങളുടെ ക്രിസ്തു അല്ലെങ്കിൽ ഞാൻ പ്രസംഗിക്കുന്ന എൻ്റെ യേശു ഇരിക്കുന്നത്, ഒരുമിച്ച് ചങ്കത്തെ കൈവച്ച് പറയാമോ? എൻ്റെ ഉള്ളിലാണ് ഇരിക്കുന്നത്. ഓ ജീസസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. എവിടെ ഇരിക്കുന്നേ? എൻ്റെ ഉള്ളിലാ. ആമേൻ. ഞാൻ ആ ഭാഗം ഞാൻ അടുത്ത ദിവസം ഗ്രേസ് TV ഞാൻ ഇടാം, നിങ്ങളത് കേൾക്കണം. കാരണം എനിക്ക് ഇനി സമയമില്ല. പക്ഷെ ആത്മാവിൽ ഞാൻ പറയാം, ഉള്ളിൽ ഈ ക്രിസ്തു എന്ന് വന്നാൽ, കൊലോസ്യർ 1:3 ഉള്ളിൽ ക്രിസ്തു വന്നാൽ, പോയിന്റ് മാത്രം പറഞ്ഞ് പ്രാർത്ഥിക്കാം. ആമേൻ, ആമേൻ. ഉള്ളിൽ ക്രിസ്തു, ഹൃദയത്തിൽ ക്രിസ്തു വാണാൽ, വസിച്ചാൽ, പൗലോസ് കൊലോസ്യ സഭയോട് പറയുക 1:13 വേഗം, നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്നും വിടുവിച്ച്. എവിടുന്ന് വിടുവിച്ച്? ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ. ഓ, യേശു നമ്മുടെ ഉള്ളിൽ വന്നാൽ നമുക്ക് ഭയങ്കര പൊസിഷൻ കിട്ടാൻ പോകുക. നമ്മൾ ഈ രാജ്യക്കാരല്ല, നമ്മുടെ രാജ്യത്തിൽ നമ്മളെ ക്രിസ്തുവിൽ അപ്പോയിന്റ്മെന്റ് ചെയ്യുക. ഓ ഹല്ലേലൂയ. എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ കഴിയും? ക്ഷയം, മാലിന്യം, വാട്ടം, കുശുമ്പും കുന്നായ്മയും വഴക്കും വഴക്കാളിയുമുള്ള ഈ ഭൂമിയിലല്ല നമ്മുടെ വാസം. ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിച്ച, നമ്മുടെ ഹൃദയത്തിനകത്ത് ക്രിസ്തുവാണ്. ഞാൻ ഇങ്ങനെ പറഞ്ഞ ഭാഗത്ത് ദൂത് പറയുക, എനിക്ക് വേണ്ടി ഒരു രാജ്യം തന്നെ, എനിക്ക് വേണ്ടി ഒരു രാജ്യം തന്നെ യേശു ഒരുക്കി വെച്ച്. അത് വിശ്വസിക്കുന്നവർ ആമേൻ പറയട്ടെ.
നമുക്കൊരു രാജ്യമുണ്ടെന്ന് വിശ്വസിക്കുന്ന, എന്റെ രാജ്യം ഐഹികമല്ല എന്ന് യേശു പറഞ്ഞെങ്കിൽ ഇന്ന് നമുക്ക് രാജ്യത്തിന്റെ അകത്ത് നമ്മെ ജയാളിയായി നിർത്തിയിരിക്കുന്ന, ദൈവരാജ്യത്തിന്റെ അകത്ത് നമ്മെ ജയത്തോടെ നിർത്തുന്ന ഒരു ദിവസമുണ്ട്. ആ രാജ്യത്തിൽ നിൽക്കുന്ന നമുക്ക് എല്ലായ്പ്പോഴും എല്ലാ സാഹചര്യത്തിലും നമുക്ക് ജയമുണ്ടെന്ന് വിശ്വസിക്കുന്നവർ ആമേൻ പറയണോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്കെന്തോ ഉണ്ട്. അടുത്തൊരു കരം കൊടുത്ത് പറഞ്ഞാട്ടെ, എനിക്കെന്തോ ഉണ്ട്. തന്നില്ലെങ്കിൽ പിടിച്ചു വാങ്ങിച്ചു പറ, എനിക്കെന്തോ ഉണ്ട്, എനിക്കെന്തോ ഉണ്ട്. ശബ്ദം ഉയർത്തി കേക്കെ പറ, എനിക്കിവിടെ ഒന്നുമില്ലെന്നല്ല, എനിക്കിവിടെ ഒന്നുമില്ലെന്നല്ല. അമ്മ ആരോ നിന്നെ നോക്കി പറഞ്ഞു, കണ്ടു അവള് ഭയങ്കര വീടാ വെച്ചേ. ഹല്ലേലൂയ. ഇത് കേട്ടിട്ട് അയ്യോ എന്നാലും ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് എനിക്ക് കിട്ടിയില്ലല്ലോ എന്നല്ല പറയണ്ടേ. ആമേൻ. നീ പറയണം, എനിക്ക് അതിനേക്കാൾ ഭയങ്കര രാജ്യം കർത്താവ് ഒരുക്കിയിട്ടുണ്ട്. എൻ്റെ ഉള്ളിനകത്ത് യേശു ഉള്ളത് കൊണ്ട് ഇന്ന് പകൽക്കാലം 5-10 സെന്റിനകത്ത് ഒതുങ്ങുന്ന ഒരു രാജ്യമല്ല. ഒരു മനുഷ്യന്റെ ആത്മാവ് മുഴു ലോകത്തെക്കാൾ വലുതാണെങ്കിൽ ഇന്ന് പകൽ ഈ ലോകത്തെക്കാൾ വലിയ രാജ്യം എൻ്റെ യേശു എനിക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് കൊണ്ട് ഇന്ന് പകൽ വിശ്വസിക്കുന്നവർ ആമേൻ പറയണം. സക്കായിയുടെ വീട്ടിൽ യേശു വന്നപ്പോൾ സക്കായിക്ക് മനസ്സിലായി ആ രാജ്യത്ത് ഈ പിടിച്ചു വച്ചത് കൊണ്ടൊന്നും കാര്യമില്ല. ആമേ, അതുകൊണ്ട് അവൻ അതെല്ലാം വിട്ടുകൊടുത്തെങ്കിൽ ഇന്ന് പകൽ യേശു നിന്റെ ഹൃദയത്തിൽ വാണോ? സഹോദര സഹോദരി കുഞ്ഞെ, യേശു നിന്റെ ഹൃദയത്തിൽ വാണോ? യേശുവിന്റെ രാജ്യത്തിന്റെ അംശീയ നിന്നെ അവിടുത്തെ രാജകീയ പത്രോസ് അപ്പോസ്തലൻ പറയുന്നു, ആമേ, രാജകീയ ആമേ അധികാരത്തോടു കൂടെ അത്ഭുത പ്രകാശങ്ങളിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ പുരോഹിത വർഗവുമായി നമ്മെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഈ രാജ്യത്ത് എന്നാൽ 2 അധികാരങ്ങൾ നമുക്ക് ഈ രാജ്യത്തിന്റെ ശക്തിക്കകത്തുണ്ട്. 1 പുരോഹിത അഭിഷേകം, 2 രാജകീയ അഭിഷേകം. ഒന്ന് പറയാമോ? പുരോഹിത അഭിഷേകം, രാജകീയ അഭിഷേകം. പുരോഹിത അഭിഷേകം എന്താ? കരയുന്ന അഭിഷേകം. ഞാൻ ഈ സഭയുടെ പുരോഹിതനാ. എൻ്റെ അഭിഷേകം എന്താ? കരയുക. ആർക്ക് വേണ്ടി? ജോയിച്ചാന് വേണ്ടി കരയുക. സ്തോത്ര. ബാബുച്ചാന് വേണ്ടി കരയുക. ഓ ജീസസ്, ഹല്ലേലൂയ. രാജു ബ്രദറിന് വേണ്ടി കരയുക. പൊന്നമ്മാൻ്റിക്ക് വേണ്ടി കരയുക. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി കരയുക. അതിനാ ദൈവം എന്നെ ഇങ്ങോട്ട് അയച്ചത്. കാരണം കരയുന്ന അഭിഷേകം കർത്താവെ കൊടുത്തോണേ, തന്നോണേ, വിടുവിച്ചോണേ എന്ന് പറഞ്ഞ് കരയുന്ന അഭിഷേകം, രാജകീയ അഭിഷേകം, പുരോഹിത അഭിഷേകം. രാജ്യത്തിനകത്ത് കയറിയാൽ ഈ അഭിഷേകത്തിന്റെ ശക്തി നീ തിരിച്ചറിയും. കരയുന്നതിന് മറുപടിയുണ്ട്. മോശയ്ക്ക് ഈ പുരോഹിത അഭിഷേകം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ചെങ്കടൽ മുമ്പിൽ കടന്നപ്പോൾ, ഫറവോൻ പുറകെ വന്നപ്പോൾ, കൂറ്റൻ മലകൾ വശങ്ങൾ ചേർന്ന് നിന്നപ്പോൾ, രക്ഷപ്പെടാൻ ഒന്നുമില്ലാതെ നിന്നപ്പോൾ മുട്ടുമടക്കി കരഞ്ഞ മോശയ്ക്ക് വേണ്ടി സ്വർഗം ഇറങ്ങിയത് അവന്റെ മേൽ പുരോഹിത അഭിഷേകമുള്ളത് കൊണ്ടാണ്. ഇന്ന് കരയുന്ന അഭിഷിക്തന്മാരെ, കരയുന്ന ദൈവമക്കളെ, കരയുന്ന കുഞ്ഞെ, നിന്റെ കണ്ണുനീരിന് മറുപടിയുണ്ട്, നിന്റെ കരച്ചിലിന് മറുപടിയുണ്ട്. നീ മുടിഞ്ഞു പോക, നീ തകർന്നു പോക എന്റെ ദൈവം അനുവദിക്കയില്ല. പക്ഷെ രാജകീയ അഭിഷേകത്തിൽ മാത്രമല്ല, ഈ രാജ്യത്തിൽ നിൽക്കുന്നവന്റെ അധികാരം എന്ന് പറയുന്നത്, ഈ രാജ്യത്ത് നിൽക്കുന്നവന്റെ അടുത്ത അധികാരമാണ് പുരോഹിത അഭിഷേകത്തിന്റെ മറ്റൊരു അധികാരം, രാജകീയ അഭിഷേക. രാജാവിടെ കരയുന്ന കണ്ടിട്ടുണ്ടോ? ഹല്ലേലൂയ. എവിടെയെങ്കിലും രാജാവ് നെഞ്ചത്തിടിച്ച് എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഹല്ലേലൂയ. ഞാലിയാങ്കുഴി പട്ടണത്തിൽ ഇവിടുത്തെ പ്രധാനമന്ത്രി വന്നിട്ട് പറഞ്ഞു, ഞാലിയാങ്കുഴി പട്ടണത്തിൽ ഞാലിയാങ്കുഴി ബസ് സ്റ്റാൻഡ് അവിടുന്ന് കോട്ടയത്തേക്ക് പോകാനായിട്ട് 5 മിനിറ്റ് കൊണ്ട് അതിവേഗതയിൽ സഞ്ചരിക്കുന്നൊരു പാത, ഒരു റോഡ് പണിത് തരാമെന്ന് മൈക്കിൽ കൂടെ വിളംബരം ചെയ്തു. എന്നിട്ട് താൻ അങ്ങ് ഡൽഹി ചെന്നിട്ട് അവിടെ ചെന്ന് ധനകാര്യമന്ത്രിയുടെ മുമ്പിൽ പോയി മുട്ടുകുത്തി കരഞ്ഞ് കൈ ഉയർത്തി നിന്ന് എന്നെ സഹായിക്കണേ എന്ന് പറയേണ്ട അധികാരമുണ്ടോ? ഹല്ലേലൂയ. എന്താ കാര്യം? അദ്ദേഹത്തിന് പവറുണ്ട്. ധനകാര്യമന്ത്രിയോട് കൽപ്പിക്കാൻ പവറുണ്ട്.
ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട്, ഞാലിയാങ്കുടിക്കാർക്ക് ഒരു പാലം പണിയണമെന്ന്. അതിൻ്റെ ഫണ്ട് ഇപ്പോൾ 24 മണിക്കൂറിനുള്ളിൽ അത് സാക്ഷനാക്കി കൊടുക്കണമെന്ന് പറയാൻ അധികാരം നമ്മുടെ പ്രധാനമന്ത്രിക്കുണ്ടെങ്കിൽ, ഇന്ന് പകൽക്കാലം ഞാൻ രാജ്യത്തിൻ്റെ കീഴിലാണെങ്കിൽ ആ രാജ്യത്തിൻ്റെ അഭിഷേകം രാജകീയ അഭിഷേകമാണ്. എന്താ രാജകീയ അഭിഷേകത്തിൻ്റെ ശക്തി? കൽപ്പിക്കുന്ന ശക്തി. ഇന്ന് സഭ കൽപ്പിക്കട്ടെ. കരഞ്ഞുകൊണ്ടിരിക്കുന്ന കാലം മതിയെന്ന്, നിലവിളിച്ചുകൊണ്ടിരിക്കുന്ന കാലം മതിയെന്ന്, അടുത്ത തലത്തിലേക്ക് നീ വാ. ഇന്നും കാലം നോക്കിയാൽ ഉപദേഷ്ടാവായിരിക്കേണ്ടതായ നീ ഇന്നും കരഞ്ഞുകൊണ്ട് പാല് കുടിക്കുന്ന അവസ്ഥയാണെങ്കിൽ ഇന്ന് രാജ്യത്തിന്റെ കീഴിൽ വാ. രാജ്യത്തിന്റെ ശക്തി പ്രാപിക്ക്. അധികാരത്തിന്റെ ശക്തി, യേശുവുള്ള രാജ്യത്തിന്റെ ശക്തി. നീ പറഞ്ഞാൽ നിന്റെ വീട്ടിൽ അത് സംഭവിക്കും. നിന്റെ തലമുറയിൽ നീ പറഞ്ഞാൽ സംഭവിക്കും. ഹല്ലേലൂയ. ബാക്കി ഞാൻ മറ്റൊരു മെസ്സേജ് നിങ്ങൾക്ക് തരാം. എൻ്റെ മുമ്പിൽ സമയമില്ല. പലരും ബൈബിളിൻ്റെ CP ഇപ്പോഴേ അടച്ചു കഴിഞ്ഞു. അതിനർത്ഥം പാസ്റ്റർ രാജിയൊക്കെ മതി. ഹല്ലേലൂയ. പക്ഷെ ഇന്ന് പകൽ ആത്മാവ് ദൂത് പറയുന്നു, പുരോഹിത അഭിഷേകത്തിൽ മാത്രം ഇരിക്കാനല്ല എന്നെയും നിന്നെയും ദൈവം ക്രിസ്തു എന്ന രാജ്യത്തിനകത്താക്കി വച്ചിരിക്കുന്നേ. ക്രിസ്തു നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അടുത്ത രാജ്യത്തിൻ്റെ തലത്തിലേക്ക് നീ കയറണോ? എന്താ രാജ്യത്തിൻ്റെ പ്രത്യേകത? കൽപ്പിക്കുന്ന ശക്തി. സ്തോത്രം പറ. നിന്റെ കുടുംബത്തെ നോക്കി കൽപ്പിക്കുക. എല്ലാ കണ്ണുമടയ്ക്ക്. നിന്റെ തലമുറയെ നോക്കി കൽപ്പിക്കുക. നിന്റെ ദാരിദ്ര്യത്തെ നോക്കി നീ കൽപ്പിക്കുക. നിന്റെ അകത്ത് യേശു ഉണ്ടെങ്കിൽ നീ ഒന്നും പേടിക്കണ്ട, പുറകോട്ട് നോക്കണ്ട. ഇന്ന് പകൽക്കാലം യേശുവിൻ്റെ ശക്തി നിന്റെ അകത്തുണ്ടെങ്കിൽ നീ ഇന്ന് പകൽ കൽപ്പിക്കുക. ആ കിടക്കെ കിടന്ന് നീ കൽപ്പിക്കുക. വാഹനത്തിൽ ഇരുന്ന് നീ കൽപ്പിക്കുക. ഇന്ന് പകൽക്കാലം ഈ ആലയത്തിൽ ഇരുന്ന് നീ കൽപ്പിക്കുക. ഇന്ന് പകൽക്കാലം നീ കൽപ്പിക്കുന്നത് അത് സംഭവിക്കാൻ പോകുകയാ. അടുത്ത 24 മണിക്കൂറിനുള്ളിൽ നിന്റെ വീടിനകത്തത് സംഭവിക്കാൻ പോകുകയാ. നിന്റെ തലമുറയിൽ അത് സംഭവിക്കാൻ പോകുകയാ. ഒരു രാജകീയ വർഗ അഭിഷേകത്തിന്റെ മറ്റൊരു തലത്തിലേക്ക് ദൈവം തന്റെ ജനത്തെ കൊണ്ടുവരികയാ. അതുകൊണ്ട് ഇന്ന് പകൽ എത്തവർ കരമടിച്ച് ആ ദൂതിനെ സ്വീകരിക്കൂ. ആത്മാവി സ്തോത്രം ചെയ്യ്. പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെ വിശ്വസിക്കുന്നവർ കരങ്ങൾ തട്ടി ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ എത്ര പേർ കരമടിച്ച് ആ ദൂതനെ ഏറ്റെടുക്ക്. പ്രതിസന്ധിയെ നോക്കി കരയല്ലേ. ആരോ കൊഞ്ഞണം കുത്തി കാണിച്ചു നമ്മൾ കരയല്ലേ. പ്രാർത്ഥന നിർത്തരുത്. ഇന്ന് മകൾ എഴുന്നേറ്റ് കൽപ്പിക്ക്. സെരുബാബേലിന്റെ മുമ്പിലുള്ള മഹാപർവ്വതമേ നീ ആർ എന്ന് ചോദിച്ച സെക്കറിയാവിനെ പോലെ ഇന്ന് മകൾ പ്രതിസന്ധിയെ നോക്കി പർവ്വതം പോലെ നിൽക്കുന്ന, മല പോലെ നിൽക്കുന്ന ചില പ്രതിസന്ധിയെ നോക്കി കൽപ്പിക്കുക. നിന്റെ ജോലിയിൽ പ്രതിസന്ധി കാണും, നിന്റെ കുടുംബത്തിൽ പ്രതിസന്ധി കാണും, ആ ജീവിതത്തിൽ പ്രതിസന്ധി കാണും. എന്നാൽ ഇന്ന് പകൽ ആത്മാവിൽ ഞാൻ ദൂത് കൈമാറുകയോ. കൽപ്പിക്കാൻ തയ്യാറാക. ഇന്ന് പകൽ വാ തുറന്ന് കൽപ്പിക്ക്. നിങ്ങൾ തന്നെ പറ. ഒരു പ്രവാചകനല്ല പറയണ്ടേ, പാസ്റ്റർ അല്ല പറയണ്ടേ, നീ തന്നെ പറ. പിശാചേ നീ വഴിമാറ. ഞാനൊരു ഉദാഹരണം പറയാം. നമ്മുടെ ട്രാഫിക്കിലൊക്കെ പോലീസ് കണ്ടിട്ടില്ലേ? പോലീസ് കൈ കാണിച്ച് നമ്മൾ എന്ത് ചെയ്യും? വണ്ടി നിർത്തുമോ? വണ്ടി നിർത്തും. എന്തുകൊണ്ടാണ് വണ്ടി നിർത്തുന്നത്? അധികാരം, അദ്ദേഹത്തിൻ്റെ യൂണിഫോം. ഇനി നമ്മൾ വേറെ ദിവസം വണ്ടി ഓടിച്ചിട്ട് പോവാ. ഒരു സിവിൽ ഡ്രസ്സിൽ ഒരാൾ വന്ന് നിൽക്കുക, ഒരു ചെക്ക് ഷർട്ടും ഒരു കറുത്ത പാൻറ്റും ഇട്ട് നമ്മളൊന്ന് കൈ കാണിക്കുക. നമ്മളെന്തോ പറയും? വാട്ടറാന്ന് പറയും. നമ്മളെന്തോ പറയും? അവൻ ആരാ? വാട്ടനാ. അങ്ങനാണെങ്കിൽ ഒരു ഉടുപ്പ് അവൻ്റെ മേ വീണപ്പോൾ അതിവേഗത ചീറിപ്പാഞ്ഞു വരുന്ന വാഹനത്തെ പിടിച്ചു നിർത്താൻ അവൻ അധികാരമുണ്ടെങ്കിൽ, ക്രിസ്തു നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ, നമുക്ക് നേരെ ചീറിപ്പാഞ്ഞു വരുന്ന ഏത് ശക്തിയെയും പിടിച്ചു നിർത്താ. പ്രാപിച്ചോ അതിനെ തടഞ്ഞു വെക്ക.
അതിന് കോട്ടയത്ത് നിന്നോ ആമണീശ്വരത്ത് നിന്നോ എറണാകുളത്ത് നിന്നോ കോന്നി നിന്നോ ആരും വരണ്ട. ഇന്നു പകൽ നീ തന്നെ നിന്റെ മേൽ വ്യാപരിക്കുന്ന അധികാരത്തിന്റെ ശക്തി വ്യാപാരം ചെയ്യ. ആ രാജ്യത്തിന്റെ ശക്തി കൊണ്ട് വ്യാപാരം ചെയ്യ. ആ രാജ്യത്തിന്റെ ശക്തി ഏറ്റെടുക്ക. ഒന്ന് കരമടിച്ച് സ്വോത്രം ചെയ്യ. ആത്മാവിൽ സ്വോത്രം ചെയ്യ. യേശുവിന്റെ നാമത്തിൽ സ്തോത്രം ചെയ്യും. കെട്ടുകൾ അഴിയട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ. വർഷങ്ങളായി നിനക്കെതിരെ, നിന്റെ തലമുറക്കെതിരെ, നിന്റെ കുടുംബത്തിനെതിരെ ചീറിപ്പാഞ്ഞു വരുന്ന പൈശാചിക മണ്ഡലത്തോട് കൽപ്പിക്കാൻ യേശു അകത്തുണ്ടെങ്കിൽ അകത്ത് ക്രിസ്തു ഉള്ള എത്ര പേരുണ്ട്? ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കുന്നു. നമുക്ക് ആരാധന പോകട്ടെ. നിന്നെ നശിപ്പിക്കാൻ നോക്കുന്ന, കൊച്ചിന്റെ ഭാവി അടയ്ക്കാൻ നോക്കുന്ന, സമാധാനം എടുത്ത് കളയാൻ നോക്കുന്ന, നിന്റെ നന്മയെ പിടിച്ചു കെട്ടാൻ നോക്കുന്ന, ഹൈവേ കൂടെ 100 മൈൽ സ്പീഡിൽ പാഞ്ഞു വരുന്ന വാഹനത്തെ ഒരു കൈ കൊണ്ട് തടഞ്ഞു വെക്കാൻ ഇവിടുത്തെ ഭരണാധികാരിക്ക് അങ്ങനെങ്കിൽ സ്വർഗരാജ്യം നിന്റെ അകത്ത് വന്നോ, ദൈവരാജ്യത്തിന്റെ ശക്തി നിന്റെ അകത്ത് വന്നോ, നിനക്കെതിരെ ചീറി വരുന്ന, നിനക്കെതിരെ വാ പിളർക്കുന്ന ശക്തിയെ തടഞ്ഞു വയ്ക്കോ. വിട്ടുകൊടുക്ക്, വിട്ടുകൊടുക്ക്, വിട്ടുകൊടുക്ക്. പരിശുദ്ധാത്മാവി വിട്ടുകൊടുക്ക്. നിന്റെ നന്മയ്ക്ക് വിരോധമോ, നിന്റെ കുടുംബത്തിന് വിരോധമോ, നിന്റെ തലമുറയ്ക്ക് വിരോധമോ, നിന്റെ ശുശ്രൂഷയ്ക്ക് വിരോധമോ എഴുന്നള്ളി വരുന്ന പൈശാചിക ശക്തിയെ പിടിച്ചു കെട്ടാൻ അധികാരം പ്രാപിക്ക. അത് അകത്ത് ക്രിസ്തു ഉണ്ടെങ്കിൽ മാത്രമേ ആ ശക്തി വെളിപ്പെടത്തുള്ളൂ. ഇന്ന് വക നിന്റെ അകത്ത് വാഴുന്ന ക്രിസ്തുവിന്റെ ശക്തി ഒരു പോലീസുകാരൻ തന്റെ അധികാരം ഉപയോഗിച്ച്, തന്റെ ഉടുപ്പിന്റെ അധികാരം ഉപയോഗിച്ച് ഭരണത്തെ തിരിച്ചു മറിക്കുന്നെങ്കിൽ, ഇന്ന് വരെ ക്രിസ്തു നിന്റെ അകത്തുണ്ടെങ്കിൽ ആ ക്രിസ്തുവിന്റെ ആത്മാവിനാൽ ശക്തിയാണ് പടമരുത്. നിങ്ങളത് നോക്കരുത്. നിങ്ങൾ പ്രാർത്ഥിക്കാനിരിക്കുക. ആരാധന വെളിപ്പെടുമ്പോ പിശാചിളകും. നിങ്ങൾ നോക്കരുത്. ഇന്ന് പകൽക്കാലം നിങ്ങൾ ദൈവത്തെ ആരാധിക്കുക. ഇന്ന് പകൽക്കാലം വിരോധമായി നിൽക്കുന്ന, നിന്റെ നന്മയ്ക്ക് വിരോധമായി നിൽക്കുന്ന പിശാചിന്റെ കെട്ട് ഇന്ന് പകൽ അഴിയുമെന്ന് വിശ്വസിക്കുന്നെങ്കിൽ സ്തോത്രം ചെയ്യുക. രാജ്യത്തിന്റെ ശക്തിക്കകത്ത് വാ, രാജ്യത്തിന്റെ ശക്തിക്കകത്ത് വാ. ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ നീ കൽപ്പിക്ക. ഓ ഹല്ലേലൂയ. എനിക്ക് കർത്താവ് ഒരു നിയോഗം തരുന്നു. എനിക്ക് ഇന്ന് പകൽ കർത്താവ് ഒരു നിയോഗം തരുന്നു. ഈ രാജ്യത്തിന്റെ ശക്തി എനിക്ക് വേണം. ഈ രാജ്യത്തിന്റെ കൃപ എനിക്ക് വേണം. എനിക്കൊന്ന് പ്രാർത്ഥിക്കണം എന്ന് ആഗ്രഹമുള്ള ചാരി എഴുന്നേറ്റാട്ട് ഇന്ന് പകൽ കർത്താവ് എനിക്ക് കൃപ തരുന്നു. എന്നോട് കർത്താവ് സംസാരിക്കുന്നു. യേശു എന്റെ ഉള്ളിൽ വരണമെന്നോ, യേശുവിന്റെ ശക്തി എനിക്ക് വേണമെന്നോ. ജീസസ് ഹല്ലേലൂയ. എന്റെ തലയിൽ കൈവച്ചൊന്ന് പ്രാർത്ഥിക്കണം ആഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഈ അഭിഷേകത്തിന്റെ ശക്തി, ഈ രാജ്യത്തിന്റെ ശക്തി തിരിച്ചറിയണമെന്ന് ആഗ്രഹമുള്ളവർ ഓടി മുമ്പോട്ട് വാ. ഇന്ന് പകൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്കി പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. യേശുവിന്റെ ശക്തി ഇന്ന് പകൽ അന്ധകാരത്തിന്റെ ശക്തി വെളിപ്പെടുകയാ. വിശ്വാസത്തോടെ വന്നാട്ട് ഈ ശക്തി അനുഭവിക്കട്ടെ. ഈ രാജ്യത്തിന്റെ ശക്തി ഈ കെട്ടഴിക്കട്ടെ. ശരീരത്തോട് പോരാടുന്ന, ഞരമ്പുകളോട് പോരാടുന്ന, ബ്ലഡിനോട് പോരാടുന്ന, അമ്മ ബുദ്ധി മണ്ഡലങ്ങളോട് പോരാടുന്ന പൈശാചിക മണ്ഡലത്തെ, അന്ധകാരത്തിന്റെ ശക്തിയെ ഈ രാജ്യത്തിന്റെ ശക്തി ഉപയോഗിച്ച് ഞാൻ ബ്രേക്ക് ചെയ്യുന്നു.
യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. അസാധാരണമായ ദൈവ സാന്നിധ്യം ഈ ശരീരത്തിലേക്ക് വരികയാ. ആത്മാവിന്റെ മഹത്വം വെളിപ്പെടുകയാ. യേശുവിന്റെ ആത്മാവിന് ശരീരത്തോട് പോരാടുന്ന, യേശുവിന്റെ ആത്മാവിന് ബുദ്ധിയോട് പോരാടുന്ന, യേശുവിന്റെ ആത്മാവിന് അടിയട്ടെ, അടിയട്ടെ, അടിയട്ടെ. യേശുവിന്റെ നാമത്തിൽ ദൈവരാജ്യത്തിന്റെ ശക്തി, ദൈവരാജ്യത്തിന്റെ ശക്തി ഈ ശരീരത്തെ വിടുവിക്കട്ടെ. ഈ ദൈവരാജ്യത്തിന്റെ ശക്തി അടഞ്ഞ വാതിലുകൾ തുറക്കുകയാ. രാജ്യത്തിന്റെ ശക്തി ഉപയോഗിച്ച് നീ അതിനെ ജയിക്കുക, നീ അതിനെ ജയിക്കുക, നീ അതിനെ ജയിക്കുക. യേശുവിന്റെ നാമത്തിൽ ഈ രാജ്യത്തിന്റെ ശക്തി, ഈ രാജ്യത്തിന്റെ ശക്തി നിന്നിലേക്ക് വ്യാപരിക്കുക, ഈ രാജ്യത്തിന്റെ ശക്തി നിന്നിലേക്ക് വ്യാപരിക്കുക. കൈവച്ച് പ്രാർത്ഥിച്ചു പുറകോട്ട് വെക്കൂ. ഈ രാജ്യത്തിന്റെ ശക്തി, യേശുവിന്റെ ആത്മാവിന്റെ ശക്തി, യേശുവിന്റെ ആത്മാവിന്റെ ശക്തി ആമേ ശുശ്രൂഷ മേഖലകളെ, കുടുംബ ജീവിതത്തിൽ തലമുറയിൽ കണ്ണിൽ കണ്ട ചില നന്മകളെ അവകാശമാക്കാതെ നിന്നോട് പോരാടിയ ദുഷ്ടപിശാചിന്റെ കെട്ടിനെ ഞാൻ ബ്രേക്ക് ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ, ബന്ധനം അഴിയട്ടെ, ദൈവിക പദ്ധതി വെളിപ്പെട്ടു വരട്ടെ, കൃപയാവരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഈ രാജ്യത്തിന്റെ ശക്തി ചിലതിനെ തൊടുകിയ കൈവച്ച് പ്രാർത്ഥിച്ചവർ മുമ്പോട്ട് പുറകോട്ട് ആമേ, അല്ലാത്തവർ മുമ്പോട്ട് കയറിയ ഞാൻ വേഗത്തിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഓ യേശുവിന്റെ നാമത്തിൽ മോളെ ദൈവാത്മാവനോട് പറയുന്നു, 2026 ആമേ 9 മാസം തികയുന്നതിന് മുമ്പ് നിനക്ക് വേണ്ടി ഒരു വാതിൽ ദൈവം തുറക്കുക. ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഒരു ദൈവിക പദ്ധതിയിലേക്ക് ദൈവം നിന്നെ നയിക്കുക. ഈ രാജ്യത്തിന്റെ ശക്തി നിന്നിലേക്ക് ഇറങ്ങുന്നത് ആത്മാവ് ഞാൻ ദൂത് പറയുകയാ. യേശുവിന്റെ നാമത്തിൽ പാസ്പോർട്ടിനകത്ത് പുതിയ വിസ ആമേ സ്റ്റാമ്പ് ചെയ്യുന്നത് പോലെ ഈ നാളിൽ തന്നെ, ഈ ചില മാസങ്ങൾക്കകത്ത് തന്നെ ദൈവം നിന്റെ മേൽ ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ ശക്തി വെളിപ്പെടും. ആമേ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഒരു ദൈവ പദ്ധതി വെളിപ്പെടാൻ പോകുന്നു. യേശുവിന്റെ നാമത്തിൽ സ്വർഗരാജ്യത്തിന്റെ ശക്തി, സ്വർഗരാജ്യത്തിന്റെ ശക്തി യേശുവിന്റെ നാമത്തിൽ ഈ മകടമേ പ്രാപിച്ചോ. നിന്റെ മുമ്പിൽ ചില വാതിലുകൾ കൊട്ടി അടയ്ക്കപ്പെട്ടത് ഈ ദിവസങ്ങളിൽ സ്വർഗ്ഗം അത് തുറന്നു തരികയാ. നിന്നെ അറിയുന്ന ദൈവമുണ്ട്. നീ പ്രാപിച്ചോ, നിന്നെ അറിയുന്ന ഒരു ദൈവമുണ്ട്. ഇന്നലെ കെട്ടുകർത്താവ് അഴിക്കുന്നു ഈ രാജ്യത്തിന്റെ ശക്തി, ഈ രാജ്യത്തിന്റെ ശക്തി. ഈ രാജ്യത്തിന്റെ ശക്തി യേശുവിന്റെ നാമത്തെ പരസ്യകോലമാക്കാൻ പിശാച് വെല്ലുവിളിച്ച 4 വിഷയങ്ങൾ നിന്റെ മുമ്പിലുണ്ട്. ആത്മാവ് ഇന്ന് പകൽ ദൂത് പറയുന്നു, അതിൽ 2 നീ അറിയാതെ നിന്നിൽ നിന്ന് ഞാൻ എടുത്തു നീക്കി. എന്നാൽ 3 വിഷയങ്ങൾ നിന്റെ മുമ്പിൽ വെല്ലുവിളിയായി നിൽക്കുകയാ. എന്ന ദൈവാത്മാവനോട് ഇങ്ങനെ പറയുന്നു, നിന്റെ തോളിൽ പെട്ടകമുള്ളിടത്തോളം കാലം ഈ ജോർദാനകത്ത് നീ മുങ്ങിപ്പോകില്ല. ഒരുമിച്ച് എല്ലാവരും പ്രാർത്ഥിച്ചേ. ആത്മാവനോട് പറയുന്നു, കിടന്നിട്ട് ഉറങ്ങാൻ കഴിയാതെ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് നിലവിളിച്ച ചില വിഷയങ്ങളുടെ നടുവിൽ 24 മണിക്കൂറിനുള്ളിൽ കൗണ്ട് ഡൗൺ ചെയ്തു. ആത്മാവ് ദൂത് പറയുന്നു, 24 അവേഴ്സിനുള്ളിൽ നിന്റെ കാതിൽ ഒരു മെസ്സേജ് കേൾക്കുക. യഹോവ എനിക്ക് വേണ്ടി അവന്റെ രാജ്യത്തിന്റെ ശക്തി ഇറക്കിയെന്ന് വിശ്വസിക്കുന്ന സ്തോത്രം ചെയ്യുക. അർത്ഥം യേശുവിന്റെ നാമത്തിൽ ദൈവശക്തി വ്യാപരിക്കട്ടെ. കുടുംബത്തോട് പോരാടുന്ന ശക്തിക്ക് ചില കടഭാരങ്ങൾ നിന്റെ വീടിനകത്ത് കൊണ്ടിട്ട് പോരാടുന്ന മണ്ഡലങ്ങൾ യേശുവിന്റെ നാമത്തിൽ ആ രാജ്യത്തിന്റെ ശക്തി യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. ഒരു വിടുതലുണ്ട്. നിന്റെ കണ്ണുനീരിന്റെ മറുപടിയുണ്ട്. നീ മുമ്പോട്ട് വന്നല്ല ദൈവം നിന്നെ കൊണ്ടുവന്നത്. ആത്മാവ് പറയുന്നു, ഒതുങ്ങിക്കൂടണമെന്ന് പിശാച് വെല്ലുവിളിക്കുന്നകത്തു നിന്ന് നിന്റെ മേൽ ഞാൻ പകർന്ന അഭിഷേകത്തിൽ പുറത്തു കൊണ്ടുവരൂ.
ഈ രാജ്യത്തിന്റെ ശക്തി നിന്റെ മേലെ വ്യാപരിക്കട്ടെ. ഈ രാജ്യത്തിന്റെ ശക്തി, ഈ രാജ്യത്തിന്റെ ശക്തി, ഈ രാജ്യത്തിന്റെ ശക്തി നിന്റെ ശരീരത്തോട് പോരാടുന്ന, നിന്റെ കുടുംബത്തോട് പോരാടുന്ന ഈ രാജ്യത്തിന്റെ ശക്തി അഴിയട്ടെ. യേശുവിന്റെ നാമത്തിൽ അഭിഷിക്തനെ ആത്മാവ് പറയുന്നു, ആത്മാവനോട് പറയുന്നു, പരിശുദ്ധാത്മാവനോട് പ്രവചിക്കാൻ പറയുന്നു. അടകമനക ഘടക പിതാക്കന്മാർ കൈമാറിയ ദീപശിഖ ആമ തലമുറ കൈമാറിയതുപോലെ ഈ ദിവസങ്ങളിൽ ഞാൻ നിന്റെ മേൽ ഒരു പുതിയൊരു അഭിഷേകത്തിന്റെ ദീപശിഖ ഞാൻ പകർന്ന് ദൈവാത്മാവനോട് പ്രവചിക്കാൻ പറയുന്നു. നിന്നെ കുരുക്കിയിടാൻ, നിന്നെ കുരുക്കിയിടാൻ, ജീവിതത്തിൽ നീ പുറത്തു വരലെന്ന് പറഞ്ഞ് നിന്റെ അക്കൗണ്ടിനെ പോലും ഫ്രീസ് ചെയ്യിപ്പിക്കണമെന്ന് പറഞ്ഞ് ചില ശക്തികൾ നിനക്കെതിരെ കഴിഞ്ഞ 1.5 വർഷമായി നിനക്കെതിരെ പോരാടി ഉറങ്ങാൻ കഴിയാതെ മൈൻഡിനെ മാറ്റിക്കളയുന്ന, എഴുതുന്ന മെഡിസിൻ പോലും മാറിപ്പോയോന്ന് ഹൃദയത്തിനകത്ത് ചിന്ത വരുത്തി ഭാരപ്പെടുത്തുന്ന ഒരു ദുഷ്ടാത്മാവിന്റെ മണ്ഡലത്തെ ദൈവരാജ്യത്തിന്റെ ശക്തി, ആ രാജ്യത്തിന്റെ ശക്തി ഇന്ന് നീ ഏതോ വിഷയത്തിൽ നീറിയ ആലയത്തിനകത്ത് കയറി വന്നത് ഇവിടെ ഇരിക്കുമ്പോഴും നിന്റെ മനസ്സ് വേറെ എവിടെയൊക്കെയോ പോയി എന്ന് ആത്മാവ് പറയുന്നു. നിന്റെ മേലെ രാജ്യത്തിന്റെ ശക്തി ഞാൻ ഇറക്കി ഒരു വിടുതലോടെ നീ പുറത്തു വരുമെന്ന് ആത്മാവ് പ്രവചിക്കാൻ പറയുന്നു. യേശുവിന്റെ നാമത്തിൽ ഒരു സ്ത്രീ കരയുന്നത് എങ്ങനെയാ അതേപോലെ കരയുന്നവനാ നീ എന്ന ആത്മാവനോട് പറയുന്നു. ഈ രാജ്യത്തിന്റെ ശക്തി നിന്റെ കുടുംബത്തെ പിടിച്ചു കെട്ടിയ, തലമുറയുടെ നന്മയെ പിടിച്ചു കെട്ടിയ ആ ശക്തിയോട് നീ തന്നെ നിന്റെ വീടിനകത്ത് ചെന്ന് വാ അതരം തുറന്നു പറയണോ, ഇറങ്ങിപ്പോ പിശാചേ. അസൂയാലുക്കൾ ഒത്തിരി ഉണ്ട്. വീട്ടിൽ കയറി വരുന്നവരൊക്കെ ചിരിച്ചു കാണിക്കും, പക്ഷേ വരുന്നത് നിന്റെ നന്മ എവിടെ വരെയായി, തലമുറയുടെ ഭാവി എന്തായി എന്ന് അറിയാൻ വേണ്ടിയാ. പക്ഷെ അതുകൊണ്ട് ദൈവാത്മ പറയുന്നു, ചില കാര്യങ്ങൾ നീ രഹസ്യമായി വെക്കണം, എൻ്റെ പദ്ധതിക്ക് വേണ്ടി വിധേയപ്പെടണം. ആത്മ പറയുന്നു, വിരള എണ്ണാവുന്ന ചില മാസങ്ങൾക്കകത്ത് നിന്റെ കുടുംബത്തിനകത്ത് ഞാനൊരു ദൈവ പദ്ധതി വെളിപ്പെടുത്തും. പരിശുദ്ധാത്മ പറയുന്നു, നിന്റെ ഉള്ളിൽ കർത്താവ് ഉണ്ടെന്ന്. പക്ഷെ ആത്മ പറയുന്നു, നിന്നെ പുറകോട്ട് വലിക്കുന്ന മണ്ഡലത്തെ, പൈശാചിക മണ്ഡലത്തെ കഴിഞ്ഞ ദിവസം നീ മനസ്സിൽ പറഞ്ഞു, എന്തിനാ ജീവിക്കുന്നത്, അങ്ങ് ചത്താ മതിയായിരുന്നു, എന്തിനാ ഇങ്ങനെ നിന്നെ അനുഭവിക്കുന്ന, ഇല്ല ജീവിച്ചിരുന്ന് നീ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന്. ജീവിച്ചിരുന്ന ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് നിന്നെ മാറ്റി നിർത്തിയവരുടെ മുമ്പിൽ നീ സേവിക്കുന്ന ദൈവം ആരെന്ന്. ഒരു പുതിയ താക്കോല് നിന്റെ കയ്യിൽ തരുന്നത് ആത്മാവെന്നെ കാണിക്കുന്നു. ഒരു പുതിയ താക്കോല്, ഒരു താക്കോല് ദൈവം എന്നെ കാണിക്കുന്നു. അതൊന്നല്ല, 2 അല്ല, 3 അല്ല, 4 അല്ല, 5 അല്ല, ഒരു റൗണ്ട് വളയത്തിനകത്ത്, ഒരു സ്പ്രിങ്ങിനകത്ത് തൂക്കിയിട്ട അനേകം ചാവികൾ കൂട്ടത്തോടെ നിന്റെ കയ്യിൽ കൊണ്ടു തരുന്നത് പോലെ ആത്മാവ് പറയുന്നു, രാജ്യത്തിന്റെ ശക്തി നിന്നെ ഇന്ന് പകൽ തൊടുകയാ. നീ നിരാശയോടെ ഇറങ്ങിപ്പോകരുത്, കൽപ്പിക്കുന്നവനായി നിന്നെ പുറത്തു കൊണ്ടുവരുമെന്ന് ആത്മാവ് ദൂത് പറയുന്നു. ഏറ്റെടുത്ത് സ്തോത്രം ചെയ്യുക. പരിശുദ്ധാത്മാവ് പറയുന്നു, ഈ രാജ്യത്തിന്റെ ശക്തി നിന്നിലേക്ക് വരട്ടെ. ഈ രാജ്യത്തിന്റെ ശക്തി നിന്നെ പുറകോട്ട് വലിക്കുന്ന പൈശാചിക മണ്ഡലങ്ങൾ മനസ്സിനെ ക്ഷീണിപ്പിക്കുന്നു, ശരീരത്തെ ക്ഷീണിപ്പിക്കുന്നു. എന്തിന് ആലയത്തിൽ വരണമെന്ന് പോലും നീ ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട്. എന്നെ സ്നേഹിക്കാൻ ആരുമില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന മണ്ഡലങ്ങളുണ്ട്. എന്ന ദൈവാത്മ പറയുന്നു, എന്റെ സന്നിധിയിൽ വിശുദ്ധിയോടും വേർപാടോടും കൂടെ മുട്ടുമടക്കി കരഞ്ഞാ മതി, ഈ രാജ്യത്തിന്റെ ശക്തി നിന്റെ മേൽ വരുമെന്ന്. നിന്റെ മേൽ സുവിശേഷത്തിന്റെ ആത്മാവിനെ നീ ഇട്ടിട്ടുണ്ട്. ഒരു പാവലിന്റെ വിത്ത് മണ്ണിനടിയിൽ ഇടുന്നത് പോലെ നിന്റെ അകത്ത് രാജ്യത്തിന്റെ ശക്തി ഞാൻ ഇട്ടിട്ടുണ്ട്. പക്ഷെ ആ വിത്ത് നീ പന്നികളുടെ ഇടയിൽ ഇടരുത്. ചുടപരപര അത് നല്ല നിലത്ത് വീഴട്ടെ. ഞാൻ നിന്നെ ഉപയോഗിക്കും. നിനക്ക് പറ്റാത്ത മേഖലകളിൽ ഞാൻ നിന്നെ നിർത്തും. നിന്റെ തലമുറയിൽ ഞാനൊരു അത്ഭുതം കാണിക്കും. നീ ഒറ്റപ്പെട്ട് നിൽക്കുന്നു, പക്ഷെ ആത്മാവ് പറയുന്നു, ഞാൻ നിന്നെ ബലപ്പെടുത്തും, സ്ഥിതിക്ക് വ്യത്യാസം വരുത്തും,
ഒരു മനുഷ്യന്റെ മുഖത്തിൽ നോക്കരുത്. ആരെന്തു പറഞ്ഞാലും നീ കാത് കൊടുക്കരുത്. നിനക്ക് പറയാനുള്ളത് ഞാനുമായിട്ടാണെന്നുള്ള ബോധ്യം കണ്ടെത്തി എൻ്റെ സന്നിധിയിൽ മുട്ടുമടക്കി ചില വിഷയത്തിൽ ഭവനത്തിൽ മൗനമായിരിക്കട്ടെ. നിന്റെ കണ്ണുനീരിനും നിന്റെ പ്രാർത്ഥനയ്ക്കും രാവിലെ ആമേൻ വെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റ് കുത്തിയിരുന്ന നിലവിളിക്കുന്ന നിലവിളിക്ക് ഞാൻ ഈ വർഷം മറുപടി തരുമെന്ന് ആത്മാവ് ദൂത് പറയുന്നു. യേശുവിന്റെ നാമത്തിൽ ഏറ്റെടുത്ത് സ്തോത്രം ചെയ്യ. ഹല്ലേലൂയ. കരമടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യ. പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ ദൈവിക ദൂതിനായി സ്തോത്രം, കൃപയ്ക്കായി സ്തോത്രം, ആലോചനയ്ക്കായി സ്തോത്രം, ദൈവമഹത്വത്തിനായി സ്തോത്രം. ഇന്ന് പകൽ അവിടുത്തെ സാന്നിധ്യം, ആ രാജ്യത്തിന്റെ ശക്തി ഞങ്ങളുടെ അകത്ത് അങ്ങ് ഇറങ്ങി നിൽക്കുന്നതിനായി സ്തോത്രം. ഈ ജനത്തെ അനുഗ്രഹിക്കണേ. മുമ്പോട്ട് വന്നവരെയും വരാത്തവരെയും എൻ്റെ മാതാപിതാക്കളെ നീ അനുഗ്രഹിക്കണേ. സ്ഥിതിക്ക് വ്യത്യാസം വരുത്തണേ. അത്ഭുതം കർത്താവ് ചെയ്യണം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.